السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. إن شاء الله കുറഞ്ഞ സമയം യുവാക്കളുമായി ബന്ധപ്പെട്ട് അവർക്ക് മുൻഗാമികളായിട്ടുള്ള സലഫുകൾ നൽകിയിട്ടുള്ള ഒരുപാട് വസിയ്യത്തുകളുണ്ട്. അതിൽ നിന്ന് ഒരു 10 വസിയ്യത്ത് സലഫുകളായിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ നൽകിയ ചില വസിയ്യത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള വളരെ സുപരിചിതമായ ഹദീസാണ്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതിൽ 5 കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി പറഞ്ഞത് ശബാബക ഖബ്ല ഹറമിക്. നിനക്ക് പ്രായമാകുന്നതിന് മുമ്പ് നിന്റെ യുവത്വ കാലഘട്ടം നീ ഉപയോഗപ്പെടുത്തണം. വസിഹതക ഖബ്ല സഖമിക്. നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യ സമയം നീ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം. വഗിനാക ഖബ്ല ഫഖ്രിക് വഫറാഗക ഖബ്ല ശുഗ്ലിക്. നിനക്ക് ശുഗ്ല് വരുന്നതിന് മുമ്പ്, തിരക്ക് വരുന്നതിന് മുമ്പ് നിന്റെ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തണം. നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നിന്റെ സമ്പത്തുള്ള സമയത്തെ ഉപയോഗപ്പെടുത്തണം. വഹയാതക ഖബ്ല മൗതിക്. മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നിശ്ചയിച്ച, നിനക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ ആയുസ്സിനെ ഉപയോഗപ്പെടുത്തണം. എല്ലാവരും കേട്ട ഹദീസാണ്. ഇവിടെ നോക്ക്, മരിക്കുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിനെ ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നിന്റെ വാർദ്ധക്യം, അതിനു മുമ്പ് നീ യുവത്വം ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞത് തന്നെ യുവത്വം പെട്ടു. പക്ഷേ നമ്മുടെ ആയുസ് നീ ഉപയോഗപ്പെടുത്തണം മരിക്കുന്നതിന് മുമ്പ് എന്നും പറഞ്ഞു. ആയുസ്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം വേറെ എടുത്തു പറഞ്ഞു, നിന്റെ യുവത്വ കാലഘട്ടം ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ യുവത്വ കാലഘട്ടം ആയുസ്സിൻ്റെ ഭാഗമായിട്ട് കൂടി അത് പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് യുവത്വ കാലഘട്ടം എന്നുള്ളത്. പണ്ഡിതന്മാർ അതിൻ്റെ ഒരു സമയം പറഞ്ഞിട്ടുള്ളത് 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള പ്രായമാണ്. പല അഭിപ്രായങ്ങളുണ്ട്, പ്രധാനപ്പെട്ട അഭിപ്രായം അതാണ്, 15 മുതൽ 40 വരെ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് 15 വയസ്സ് വരെ ഏകദേശം തുഫൂലത്താൻ, നമ്മുടെ കുട്ടിക്കാലം എന്നൊക്കെ പറയാം. 15 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രായപൂർത്തിയാകും. ചിലപ്പോൾ ചില ആളുകൾ അതിന് മുമ്പേ പ്രായപൂർത്തിയാകും. 15 ആയാൽ പിന്നെ എല്ലാവർക്കും പ്രായപൂർത്തിയാകാനുള്ള മറ്റു അടയാളങ്ങളില്ലെങ്കിൽ 15 ആയാൽ പ്രായപൂർത്തിയായി. ഈ പ്രായപൂർത്തി 15 എന്നൊക്കെ സംഖ്യ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഹിജ്റ അനുസരിച്ചാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. പ്രായമൊക്കെ കണക്ക് കൂട്ടേണ്ടത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകുമ്പോൾ 10 വയസ്സായാൽ കുട്ടിയെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് കണക്ക് അനുസരിച്ചല്ല, അറബി അനുസരിച്ചാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സാന്ദർഭികമായിട്ട് പറഞ്ഞു മാത്രം. പിന്നെ 40 വയസ്സ് വരെ 25 വർഷം യുവത്വമാണ്. പിന്നെ ഒരു 10 വർഷം കുഹൂലത്ത് എന്ന് പറയും, എന്നൊരു മധ്യവയസ്കൻ, കഹിൽ എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. പിന്നെ 50 കഴിഞ്ഞാൽ പിന്നെ ഏകദേശം 10-20 വർഷം നമ്മുടെ ഒരു ഈ ഉമ്മത്തിൻ്റെ ശരാശരി പ്രായമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഅ്മാർ ഉമ്മത്തി മാ ബൈന 60 വ 70. 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണ് ഈ ഉമ്മത്തിൻ്റെ ശരാശരി പ്രായം. അഖല്ലുഹും മൻ യജൂസു ദാലിക്. വളരെ ന്യൂനപക്ഷം 70നെ മറികടക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഏറ്റവും കൂടുതലുള്ള സമയം എന്ന് പറയുന്നത് യുവത്വ കാലഘട്ടമാണ്, 25 വർഷം. 10 വർഷം പിന്നെ നമ്മൾക്കൊരു മധ്യവയസ്കൻ എന്ന് പറയാം. പിന്നെ ഒരു 70 വരെ കൂട്ടുകയാണെങ്കിൽ 20 വർഷം ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, കൂടുതൽ ദൈർഘ്യമുള്ളൊരു സമയം എന്ന് പറയുന്നത് അവൻ യുവാവായിരിക്കുമ്പോഴുള്ള പ്രായമാണ്. അത് വളരെ നന്നായി ഉപയോഗപ്പെടുത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുസ് ഉപയോഗപ്പെടുത്തണമെന്ന് വേറെ പറഞ്ഞു, അതിൽ തന്നെ യുവത്വം ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം പറഞ്ഞു. നമുക്കറിയാവുന്ന മറ്റൊരു ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ഖദമു ബിനി ആദമ യൗമൽ ഖിയാമ ഇൻദ റബ്ബിഹി ഹത്താ യുസ്അല അൻ ഖംസ്. 5 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു മനുഷ്യൻ്റെ കാല് അവന് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല പരലോകത്ത്.
അവൻ്റെ കാല് മുന്നോട്ട് വെക്കണമെങ്കിൽ, അവന് മുന്നോട്ട് സഞ്ചരിക്കണമെങ്കിൽ 5 കാര്യത്തെക്കുറിച്ച് അവന് ചോദ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായ ഹദീസാണ്. അള്ളാഹു ചോദ്യം ചെയ്യും. ഒന്ന്, അൻ ഉമുരിഹി ഫീമാ അഫ്നാഹു, ഒന്ന് അവൻ്റെ ആയുസ്സിനെ കുറിച്ചാണ്, അതെങ്ങനെയാണ് അവൻ ചെലവഴിച്ചത് എന്ന ചോദ്യം ഉണ്ടാകും. വഅൻ ശബാബിഹി ഫീമ അബ്ലാഹ്, ആയുസ്സിൽ പെട്ടതാണ് യുവത്വം. ചോദ്യം ചെയ്യുമ്പോൾ അള്ളാഹു തആല ആയുസ്സിനെ കുറിച്ച് മൊത്തത്തിലും ചോദ്യമുണ്ടാകും. എന്നാൽ യുവത്വ കാലഘട്ടത്തെക്കുറിച്ച് പ്രത്യേകം ചോദ്യം വേറെ ഉണ്ടാകും. യുവത്വ കാലഘട്ടം എന്ന് പറയുമ്പോൾ ആയുസ്സിൽപ്പെട്ടതാണ്, പക്ഷേ അവൻ്റെ യുവത്വം എങ്ങനെ ചെലവഴിച്ചു എന്ന പ്രത്യേകം ചോദ്യം ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ എവിടെ നിന്നാണ് അവൻ സമ്പത്ത് ഉണ്ടാക്കിയതെന്ന ചോദ്യമുണ്ട്. അതേപോലെ തന്നെ അതെവിടെ ചെലവഴിച്ചു എന്ന ചോദ്യമുണ്ട്. അതേപോലെ തന്നെ അവൻ പഠിച്ചത് എത്രത്തോളം ജീവിതത്തിൽ പകർത്തി എന്ന ചോദ്യവുമുണ്ട്. ഇങ്ങനെ 5 ചോദ്യങ്ങളാണ്. ഇവിടെ നോക്ക്, ആയുസ്സിനെ കുറിച്ച് മൊത്തത്തിൽ ചോദ്യമുണ്ടാകും. അതിൽ നമ്മുടെ യുവത്വ കാലഘട്ടം എങ്ങനെ ചെലവഴിച്ചു എന്ന് വേറെയും ചോദ്യമുണ്ടാകും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് നമ്മുടെ ജീവിതത്തിലെ യുവത്വ കാലഘട്ടം എന്നുള്ളത്. അതിന് എല്ലാ നിലക്കും ഒരാൾക്ക് ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന, ഏറ്റവും കായിക ശക്തിയുള്ള, ബുദ്ധിശക്തിയുള്ള, എല്ലാറ്റിനും പറ്റുന്ന ഒരു സമയമാണ് ഒരാൾ യുവാവായിരിക്കെ എന്നുള്ളത്. യുവാക്കളാണ് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തെ നയിക്കേണ്ടതും അതുപോലെ തന്നെ അതിൽ ഏറ്റവും അതിൻ്റെ നെടുന്തൂൺ എന്ന് പറയുന്നത് അവിടെയുള്ള യുവാക്കളായിരിക്കും. ഏറ്റവും സജീവമായി പ്രവർത്തിക്കാൻ പറ്റുന്ന സമയം ആ സിന്നു ഷബാബിലാണ്. അതുകൊണ്ട് തന്നെ യുവാക്കൾ, അവർക്ക് ഇസ്ലാമിൽ പ്രത്യേകതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ സുപരിചിതമായ ഹദീസാണ്. നാളെ പരലോകത്ത് 7 വിഭാഗം ആളുകൾക്ക് തണൽ കിട്ടുമെന്ന് പറഞ്ഞിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത് വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, ഇബാദത്തിൽ വളർന്ന ഒരു യുവാവ്. കാരണം യുവാവായിരിക്കും, അവന് ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ടാകും, അവന് എല്ലാ നിലക്കും ശക്തിയും ബുദ്ധിയും ഒക്കെ ഉള്ള സമയത്ത് അള്ളാഹ്ക്ക് വേണ്ടി അവൻ്റെ യുവത്വം മാറ്റിവെച്ചാൽ അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവന് വലിയ നേട്ടവുമുണ്ട്. അങ്ങനെ ഇബാദത്തിൽ ചെലവഴിച്ച, അങ്ങനെ ജീവിച്ചു വളർന്നൊരു യുവാവിന് നാളെ അർശിന്റെ തണൽ ലഭിക്കുമെന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ പല പ്രത്യേകതകളും ഉള്ള പ്രധാനപ്പെട്ട ഒരു സമയമാണ് യുവത്വം എന്നുള്ളതും യുവാക്കൾക്ക് ആ നിലക്ക് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അഹ്ലുൽ കഹ്ഫിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതിൽ ഇന്നഹും ഫിത്യതുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദ, അവർ യുവാക്കളായിരുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, യുവാവായിരിക്കെ സത്യത്തെ സ്വീകരിക്കാനും സത്യത്തിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കാനൊക്കെ ഏറ്റവും സാധ്യതയുള്ളൊരു സമയമാണ് എന്നെടുത്ത് പറഞ്ഞത് കാണാം. അപ്പോൾ യുവാക്കൾ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ആ സമയം, യുവത്വ സമയം ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് മെച്ചമുണ്ട്, അതുപോലെ തന്നെ സമൂഹത്തിന് മെച്ചമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ യുവാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പരിഗണിച്ചിരുന്നു, സലഫുകൾ പ്രത്യേകം പരിഗണിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാ മഅ്ശറ ശബാബ്, യുവ സമൂഹമേ എന്ന് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശം നടത്തി നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സലഫുകളും അങ്ങനെയായിരുന്നു. യുവാക്കളെ കണ്ടാൽ പ്രത്യേകം പരിഗണിക്കുകയും അവർക്ക് സദസ്സിൽ സൗകര്യം ഒരുക്കി കൊടുക്കുകയും അവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു മഹാന്മാരായ സഹാബത്ത് എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഒരു യുവാവിനെ കണ്ടാൽ അവരുടെ വിശേഷങ്ങൾ അന്വേഷിച്ചും അവരെ കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചുമൊക്കെ സലഫുകൾ അവരെ പ്രത്യേകം പരിഗണിച്ചിരുന്നു. കാരണം യുവാക്കൾ എന്ന് പറഞ്ഞാൽ അവരാണ് പിന്നീട് ഈ സമൂഹത്തെ നയിക്കേണ്ടവർ. സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് യുവാക്കളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മുൻഗാമികൾ അവരെ പ്രത്യേകം പരിഗണിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ മഹാന്മാരായ മുൻഗാമികൾ അവർക്ക് വേണ്ട വിധമുള്ള ഉപദേശങ്ങൾ കൊടുത്തത് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ മുൻഗാമികൾ, മഹാന്മാരായ പണ്ഡിതന്മാർ, വിശേഷിച്ചും താബിഇകളായിട്ടുള്ള സഹാബത്തിൻ്റെ കൂടെ ദീൻ പഠിച്ചിട്ടുള്ള താബിഇകൾ, അവർ യുവാക്കളെ വിളിച്ചുകൊണ്ട് ഉപദേശിച്ചിട്ടുള്ള ചില വസിയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. അനസ് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് താബിഇയ്യാൻ, ഹമ്മാദ് ഇബ്നു സെയ്ദ് റഹിമഹുല്ലാഹ് പറയാണ്, അദ്ദേഹം രോഗിയായി കിടക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചെന്നു. അപ്പോൾ ആ സമയത്ത് അനസ് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, യാ മഅ്ശറ ശബാബ് ഇത്തഖുല്ലാഹ യാ മഅ്ശറ ശബാബ്,
യുവാക്കളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇപ്പൊ യുവാക്കളെ വിളിച്ചുകൊണ്ട് പറയാൻ, നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. പ്രധാനപ്പെട്ട ഉപദേശമാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, അതും ഈ പറഞ്ഞിട്ടുള്ള പ്രായത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുക. നല്ല ആരോഗ്യമുള്ള, ഏറ്റവും ഊർജ്ജസ്വലതയുള്ള സമയത്ത്, ഏറ്റവും സജീവമായി പ്രവർത്തിക്കാൻ പറ്റുന്ന സമയത്ത്, ശഹവാറ്റുകളും ഹവകളുമൊക്കെ നിറഞ്ഞ ഈ നാട്ടിൽ തിന്മയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ യുവാക്കൾക്ക് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പറയുകയാണ്, ഇത്തഖുല്ലാഹ യാ മഅ്ശറ ശബാബ്. യുവാക്കളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങൾ, അള്ളാഹു തആല വിരോധിച്ച കാര്യങ്ങൾ അത് വെടിയുക. ഇതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇത് വിശുദ്ധ ഖുർആനിൽ ധാരാളം സന്ദർഭത്തിൽ പറഞ്ഞിട്ടുള്ള വസിയത്താണ്. അതാണ് ഇവിടെ അനസ് ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു, ഉൻദുറൂ മിമ്മൻ തഖുദൂന ഹാദിഹിൽ അഹദീസ് ഫഇന്നഹാ മിൻ ദീനികും. ഈ ഹദീസുകൾ നിങ്ങൾ ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കണം, കാരണം അത് ദീനാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഉപദേശം അനസ് ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത്, നിങ്ങൾ ഹദീസ് എടുക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ ആരിൽ നിന്നാണ് പഠിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം, അത് ദീനാണ്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു നസീഹത്താണ്, വസിയത്താണ്. നമ്മൾ ദീൻ പഠിക്കണം. ഇൻഷാ അല്ലാഹ് അത് വേറെ വരുന്നുണ്ട്. യുവാക്കൾ പ്രത്യേകിച്ചും ആരിൽ നിന്നാണ് പഠിക്കുന്നത് എന്ന് പ്രധാനമാണ്. എല്ലാ ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്നും, അതുപോലെ തന്നെ ശിർക്ക് ഖുറാഫാത്തുകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരിൽ നിന്ന് ദീൻ പഠിക്കുക എന്നുള്ളത് ശരിയല്ല. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും, ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ യൂട്യൂബും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയാൽ ഒരുപാട് ഫോളോവേഴ്സും അതുപോലെ തന്നെ വലിയ പ്രചാരം നേടിയിട്ടുള്ള നല്ല പ്രഭാഷകന്മാരും വായാടികളൊക്കെ ഉണ്ടാകും. അയാൾ പറയുന്ന വിഷയം ചിലപ്പോൾ നല്ല നമ്മൾക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ചിലപ്പോൾ പൊതുവിഷയങ്ങളായിരിക്കും, പലതും ഉണ്ടാകും. അള്ളാഹുവിൻ്റെ ദീൻ ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിൽ നിന്ന് പഠിക്കണം. ദീനാണ്. അത് സ്വീകരിക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ ശരിയായ സ്രോതസ്സിൽ നിന്ന് പഠിക്കുക എന്നുള്ളത് നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ബിദ്അത്തിന്റെ കക്ഷികൾ, ശിർക്ക് പ്രചരിപ്പിക്കുന്ന കക്ഷികൾ, അവരുടെ വിശ്വാസ വൈകല്യങ്ങൾ, അവരുടെ ബിദ്അഈ ചിന്തകൾ, അഖ്ദിയായ ബിദ്അത്തുകളൊക്കെ അവരുടെ പ്രഭാഷണങ്ങളിലൂടെ നമ്മളിലേക്ക് തിരികെ കയറ്റും. അതിൻ്റെ സ്വാധീനമുണ്ടാകും. അതുകൊണ്ട് ആരിൽ നിന്നാണ് പഠിക്കുന്നത് എന്ന് പ്രധാനമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ ഏറ്റവും ശരിയായ വഴിയിൽ നിന്ന് പഠിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് അനസ് ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ് നൽകിയിട്ടുള്ള ഉപദേശം. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു വസിയ, മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ്, അദ്ദേഹം താബിഇയാണ്. അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ, ഇന്നമൽ ഖൈറു ഫി ശബാബ്. ഖൈർ അത് യുവാക്കളിലാണ്, അല്ലെങ്കിൽ യുവത്വ സമയങ്ങളിലാണ് ഏറ്റവും ഖൈറുള്ളത്. ഖൈർ എന്ന് പറഞ്ഞാൽ അത് യുവാക്കളിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ യുവത്വ സമയത്താണ് ഖൈറുള്ളത് എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ, അല്ലാഹു തആല അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വറജുലുൻ നശഅ ഫി ഇബാദത്തില്ലാ എന്നല്ല പറഞ്ഞു, വശാബുൻ നശഅ ഫി ഇബാദത്തില്ലാ എന്നാണ് പറഞ്ഞത്. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് വളർന്ന ഒരു യുവാവ്. അപ്പോൾ ഖൈർ, നമ്മൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമലുകൾ എന്ന് പറയുന്നത് യുവത്വ സമയത്ത് ചെയ്യുന്ന അമലുകൾ, ഏറ്റവും ബുദ്ധിയും ആരോഗ്യവുമുള്ള സമയത്ത് ചെയ്യുന്ന അമലുകളാണ്. കാരണം ഈ സമയത്ത് ഒരാൾക്ക് നന്മ ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വയസ്സാകുമ്പോൾ നന്മ ചെയ്യുന്നത് പോലെയല്ല. വയസ്സാകുമ്പോൾ ചിലപ്പോൾ നന്നാകണമെന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ടും വരും. അവൻ്റെ നല്ലപ്പം കാലത്തിൽ നല്ല സമയത്തൊക്കെ തോന്നിവാസങ്ങളൊക്കെ ചെയ്ത് അവന് ശാരീരികമായി ക്ഷീണിക്കുമ്പോൾ, ഇനിയൊരു തെറ്റും ചെയ്യാൻ ആൾക്ക് ശാരീരികമായിട്ട് വയ്യ, സാമ്പത്തികമായിട്ട് പ്രയാസമുണ്ട്, അപ്പോൾ അങ്ങനെ നന്നാകണം എന്നുള്ള ചിന്ത, അത് ഖൈറാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നല്ല തിന്മ ചെയ്യാൻ അവന് ആരോഗ്യമുണ്ട്, അവന് സമയമുണ്ട്, സമ്പത്തുണ്ട്. ഈ സമയത്ത് അവൻ തിന്മകൾ ചെയ്യാതെ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, നന്മകൾ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. രണ്ട് അനുഗ്രഹങ്ങൾ, അധിക ആളുകളും വഞ്ചിതരായിട്ടുള്ള രണ്ട് അനുഗ്രഹങ്ങൾ. ഒന്ന് അസ്സിഹ, ഒന്ന് ആരോഗ്യമാണ്, വൽ ഫറാഖ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് യുവാക്കൾ തെറ്റിപ്പോകാനുള്ള കാരണങ്ങൾ പറയുന്നിടത്ത് ഒന്നാമത്തെ കാരണമായി പറയുന്നത്, യുവാക്കൾ നശിച്ചു പോകുന്നുണ്ട്. ഇന്നത്തെ തലമുറ പ്രത്യേകിച്ചും
ഹറാമുകളിൽ ചെന്ന് ചാടുന്നു. അതുപോലെ തന്നെ ഷഹവാറ്റുകൾക്ക് അഡിക്ഷൻ സംഭവിച്ച് ലഹരിയും അതുപോലെ തന്നെ തോന്നിവാസവുമായി ജീവിക്കുന്ന ആളുകൾ അധികരിച്ചു വരുന്ന അല്ലെങ്കിൽ ധാരാളമായി വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇങ്ങനെ യുവാക്കൾ തെറ്റിപ്പോകാനുള്ള, ദീനിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഒന്നാമത്തെ കാരണമായി അദ്ദേഹം എടുത്തു പറയുന്നത് അൽ ഫറാഗ്, ഒഴിവ് സമയമാണ്. ഒഴിവ് സമയമാണ്. ആ ഒഴിവ് സമയം ഫലപ്രദമായി ഉപയോഗിക്കാത്തത് കൊണ്ടാണ് പല യുവാക്കളും തിന്മകളിൽ ചെന്ന് ചാടുന്നത്. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ആരോഗ്യം, ഇത് രണ്ടുള്ള സമയമായിരിക്കും മിക്കവാറും 15 വയസ്സുള്ള സമയം. 15 വയസ്സ് കഴിഞ്ഞാൽ ആ യുവത്വ കാലഘട്ടം എന്ന് പറയുന്നത് ആരോഗ്യം ഉണ്ടാകും, അതുപോലെ തന്നെ സമയം ഉണ്ടാകും. അതാണ് മാലിക് ഇബ്നു ദിനാർ റഹിമഹുല്ലാഹ് പറഞ്ഞത് ഇന്നമൽ ഖൈറു ഫി ശബാബ് എന്ന് പറഞ്ഞത്. ഒരു കവി പറഞ്ഞത് കാണാം, ഇന്ന ശബാബ വൽ ഫറാഗ വൽ ജദാ, യുവത്വം, ഒഴിവ് സമയം, സാമ്പത്തിക ശേഷി, മഫ്സദത്തുൻ ലിൽ മർഇ അയ്യു മഫ്സദ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും വലിയ മഫ്സദത്ത് എന്ന് പറഞ്ഞാൽ, ഫസാദ് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരാൾക്ക് ആരോഗ്യമുണ്ട്, സമ്പത്തുമുണ്ട്, യുവാവാണ് എങ്കിൽ അയാൾ തിന്മയിൽ ചെന്ന് ചാടാനുള്ള സാധ്യത ഏറെയാണ്. ആ സമയത്ത് ഒരാൾക്ക് നന്നായി ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഖൈറായ കാര്യമാണ്. അത് വയസ്സായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് യുവാക്കളായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ചും, ഇപ്പോൾ യുവത്വ കാലഘട്ടം കഴിഞ്ഞ ആളുകളുണ്ടാകും, അവരെ സംബന്ധിച്ചിടത്തോളം അവരും ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അവർക്ക് ആ സമയത്ത് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇനിയുള്ള കാലഘട്ടം ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, അത് മറ്റൊരു വിഷയമാണ്. അമലുകൾ അല്ലാഹു തആല പരിഗണിക്കുന്നത് അവസാനം പരിഗണിച്ചിട്ടാണ്. നേരത്തെ എത്ര മോശമായി ജീവിച്ചിട്ടുണ്ടെങ്കിലും അവർ നിരാശപ്പെടേണ്ട കാര്യമില്ല. അവർ ഇനിയുള്ള കാലഘട്ടം നന്നായാൽ അവരുടെ മുൻ കാലഘട്ടത്തിൽ ചെയ്ത തിന്മകൾ വരെ അള്ളാഹു ശരിയായ തൗബ ചെയ്താൽ അള്ളാഹു നന്മകളാക്കി മാറ്റും. അതേപോലെ തന്നെ യുവാക്കളെ കാണുമ്പോൾ അവരെ ചേർത്ത് പിടിച്ച് ഈ പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ രണ്ടാമത്തെ ഒന്നതാണ്. മൂന്നാമത്തെ ഒരു വസിയ്യ നബി സല്ലല്ലാഹു സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, യാ മഅ്ശറ ശബാബ് തഅജ്ജലു ബറകത ഹാദൽ ഇൽം, യുവസമൂഹമേ നിങ്ങൾ ഇൽമിന്റെ ബറക്കത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം. ഇൽമിന്റെ ബറക്കത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം. യുവാക്കളോട് പറഞ്ഞിട്ടുള്ള ഉപദേശം സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് ഉപദേശിച്ചിട്ടുള്ള ഉപദേശമാണ്. യുവാക്കളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ധൃതി കാണിക്കണം. പഠിക്കാൻ ഏറ്റവും നല്ല സമയമാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രായം. ഹിഫ്ലാക്കാനും ദീൻ പഠിക്കാനൊക്കെ ഏറ്റവും ബുദ്ധിപരമായി അതുപോലെ തന്നെ ശാരീരികമായിട്ടൊക്കെ ഏറ്റവും നല്ല സമയമാണത്. അതുകൊണ്ട് തഅജ്ജലൂ ബറകതൽ ഇൽം, ധൃതി കാണിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് സമയത്തും പഠിക്കാം, എത്ര വയസ്സായാലും പഠിക്കാം. പഠനത്തിന് പ്രായം തടസ്സമല്ല. പക്ഷേ പഠിക്കേണ്ട പ്രായം ഏറ്റവും ചെറുപ്പത്തിൽ പഠനം തുടങ്ങിയാൽ അതായിരിക്കും ഏറ്റവും ഖൈർ. നമുക്ക് ഏറ്റവും ബുദ്ധിപരമായിട്ടൊക്കെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ മനഃപ്പാഠമാക്കാനൊക്കെ ഏറ്റവും നല്ല പ്രായം ഈ പറഞ്ഞ പ്രായമാണ്. അതുകൊണ്ട് അതിലേക്ക് ധൃതി കാണിക്കണം. ഇതും വളരെ പ്രധാനമാണ്. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക എന്നുള്ള മഹത്തരമായ ഇബാദ, അതിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കണം. നമ്മൾ ഏത് ജോലി ചെയ്യുന്ന ആളാകട്ടെ, നമ്മുടെ പ്രൊഫഷൻ ഏതാകട്ടെ, ദീൻ പഠിക്കാൻ അതിനൊന്നും തടസ്സമല്ല. ദീൻ പഠിക്കാൻ ഇന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇതിൽ പലരും ചിലപ്പോൾ ദുനിയാവ് ധാരാളമായി പഠിച്ചിട്ടുണ്ടാകും, ആ നിലക്ക് ബുദ്ധി ഉണ്ടാകും. എന്നാൽ ദീൻ പഠിക്കാൻ അവർക്ക് അള്ളാഹു നൽകിയ നിഅമ, ആ ബുദ്ധി അതവർ ദീനി രംഗത്ത് ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ടാകില്ല. നിലവിൽ നമുക്കൊന്നും അറിയില്ല, നമ്മൾ സീറോ ആണ്. പക്ഷെ പ്രശ്നമില്ല, നമ്മുടെ പ്രായം നമ്മൾ ചിന്തിക്കുക. ഈ സമയത്ത് പഠിക്കാൻ തുടങ്ങിയാൽ പല പണ്ഡിതന്മാരും അവരുടെ പഠനം വൈകിയാണ് തുടങ്ങിയത്. ഈ യുവാക്കളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് ആരംഭിച്ചാൽ, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ, ഈ ദീനി പഠന രംഗത്തേക്ക് പ്രവേശിക്കാൻ നമ്മൾക്ക് പറ്റിയാൽ അതിൻ്റെ ഖൈർ ചെറുതല്ല. തലബുൽ ഇൽം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശ്രേഷ്ഠത നിരവധിയാണ്. ദീൻ പഠിക്കാൻ അതിന് അറബി കോളേജിൽ പോകേണ്ട ആവശ്യമില്ല. ദീൻ പഠിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ദീൻ ഇഖ്ലാസോടുകൂടി പഠിക്കാൻ നമ്മൾ ധൃതി കാണിക്കുന്ന സമയം വൈകരുത്. അതാണ് തഅജ്ജലു യാ മഅ്ശറ ശബാബ് തഅജ്ജലു ബറകത ഹാദൽ ഇൽം, ഇൽമിന്റെ ബറക്കത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 50-60 കഴിഞ്ഞാൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ ഹിഫ്ലാക്കാനൊന്നും കഴിയില്ല. അവരുടെ ദാഖിറത്ത് അതിൽ ളഅഫ് സംഭവിക്കും. അതുകൊണ്ട് പഠന രംഗത്ത് നമ്മൾ ഉണ്ടാകണം. ഈ മസ്ജിദിൽ കൂടി എല്ലാ ആളുകളും അള്ളാഹുവിൻ്റെ ദീൻ ഗൗരവത്തിൽ പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതിന് പ്രായം തടസ്സമല്ല. യുവാക്കൾ പ്രത്യേകിച്ചും അറബി അറിയാത്ത ആളുകളുണ്ടാകും, അറബി പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ എന്തൊക്കെ ഭാഷ പഠിച്ചിട്ടുണ്ട്, ചിലപ്പോൾ മറ്റു ഭാഷകളൊക്കെ നന്നായി കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടാകും. അതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ
ഹദീസൊക്കെ ഉള്ള അറബി ഭാഷ നമ്മൾ ദീൻ പഠിക്കണമെന്ന നിയ്യത്തിൽ പഠിച്ചാൽ അതിനുവേണ്ടി നമ്മൾ എത്ര സമയം ചെലവഴിച്ചാൽ അതിന് കൂലിയാണ്. സ്ത്രീകൾക്കും അത് പറ്റും. സ്ത്രീകൾക്കൊന്ന് പഠിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്ന പറഞ്ഞാൽ പുരുഷന്മാർക്ക് മാത്രം, സ്ത്രീകൾക്കും ഒരുപാട് മുൻഗാമികളായിട്ടുള്ള സലഫിയത്തുകളായിട്ടുള്ള സലഫുകളുടെ കൂട്ടത്തിലെ ഒരുപാട് യുവതികൾ ആയിഷ റളിയല്ലാഹു അൻഹ മുതൽ ഉള്ള വലിയ വലിയ പണ്ഡിതകളായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട്. ഇഖ്ലാസോടുകൂടി പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹു സഹായിക്കും. അറബി ഭാഷ പഠിച്ച് അതുപോലെ തന്നെ ദീനിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ച് ചിട്ടയായി പഠിക്കണം. അവിടുന്ന് ഇവിടുന്ന് പഠിക്കല്ല, ചിട്ടയായി പഠിക്കണം. ഏതുപോലെ ഇതിലൊക്കെ നല്ല ഭൗതികമായി നല്ല ഉന്നത സ്ഥാനത്തെത്തിയ ആൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകും. അവരവരുടെ മത്സര പരീക്ഷകളിലും അവർക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടും മറ്റൊക്കെ പഠിച്ച പരീക്ഷകൾക്ക് എങ്ങനെ തയ്യാറെടുത്തിട്ടുണ്ടാകുമെന്നുള്ള അവർക്കറിയാം. അതുപോലെ ദീൻ പഠിക്കാൻ നമ്മളൊന്ന് തയ്യാറായാൽ അത് നമ്മൾക്ക് ആ സമയം അത്രയും നമ്മൾ ഇബാദത്തിലാണ്. നമ്മൾ 8-10 മണിക്കൂറൊക്കെ ദുനിയാവ് പഠിക്കാൻ വേണ്ടിയിട്ട് സമയം ചെലവാക്കിയിട്ടുണ്ടാകും. അതിനൊന്നും നമുക്ക് അള്ളാഹിൻ്റെ അടുത്ത് കൂലി കിട്ടൂല. എന്നാൽ 10 മണിക്കൂർ നമ്മൾ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടി സമയം മാറ്റി വെച്ചാൽ ആ 10 മണിക്കൂർ നമ്മൾ ഇബാദത്തിലാണ്. 10 മണിക്കൂർ നമുക്ക് നിസ്കരിക്കാൻ ചിലപ്പോൾ ഒറ്റടിക്ക് കഴിയൂല. പക്ഷെ 10 മണിക്കൂർ ചിലപ്പോൾ തലബുൽ ഇൽമിൽ നമ്മൾ ഉണ്ടെങ്കിൽ 10 മണിക്കൂർ നമ്മൾ ഇബാദത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഏത് ജോലി ചെയ്യുന്ന ആളാകട്ടെ, കൂലിപ്പണിക്കാർക്കും തലബുൽ ഇൽം എന്ന് പറയുന്ന ഈ മഹത്തരമായ ഇബാദത്തിലേക്ക് പ്രവേശിക്കാൻ യാതൊരു തടസ്സവുമില്ല. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഞാനൊന്നും പഠിക്കേണ്ട ആളല്ല, അതിന് വേറെ മൂല്യന്മാരുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾ, അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. എന്തുകൊണ്ടാണ് ഇബാദത്തിൽ നമ്മൾക്ക് അതിൻ്റെ ഒരു പങ്ക് കിട്ടിക്കൂടാ? മഹത്തരമായ ഇബാദത്താണ്. അതുകൊണ്ട് യുവാക്കളെ നിങ്ങൾ ഇൽമിലേക്ക് ധൃതി കാണിക്കണം എന്നാണ് സുഫിയാൻ സൗരി റഹിമഹുല്ലാ നൽകിയിട്ടുള്ള ഉപദേശം. അടുത്തത് അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ള ഒരു വസിയത്താണ്. ഇദ്ദേഹം പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, യുവ സമൂഹമേ, അലൈക്കും ബിൽ ആഖിറ ഫത്ലുബൂഹ, നിങ്ങൾ പരലോകത്തെ മുറുകെ പിടിക്കുക. അത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം, അത് തേടണം, അത് അന്വേഷിക്കണം. പരലോകം അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഇരിക്കുന്നതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്? നമ്മൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ഈ സമയത്ത് നമുക്ക് പലതും ചെയ്യാം, ഹറാമുകൾ ചെയ്യാം, ഇനി അനുവദനീയമായ കാര്യങ്ങൾ തന്നെ പ്രത്യേകിച്ച് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാം. എന്തിനാണ് നമ്മൾ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട്, അതിലെനിക്ക് ഉപകാരം ഉണ്ടാകണം, അവിടെ എനിക്ക് രക്ഷപ്പെടണം എന്ന ചിന്ത കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഇരുന്നിട്ട് കാര്യമുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഇരിക്കേണ്ടത്. ഈ സമയത്ത് വീട്ടിലിരുന്ന് സീരിയലും സിനിമയും കാണുന്ന എത്രയോ സ്ത്രീ പുരുഷന്മാരുണ്ടാകും. മൊബൈലുകളിൽ ഹറാം കാണുന്ന ആളുകളുണ്ടാകും. അതൊക്കെ മാറ്റിവെച്ച് അതൊന്നും ചെയ്യാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇനി അനുവദനീയമായ കാര്യങ്ങളിൽ തന്നെ ശുഗലായി വെറുതെ വർത്താനം പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ടാകും. എന്തിനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്? മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതാണ് അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞത്, പരലോകം അത് നീ തേടണം. ഫകസീറൻ റഅയ്നാ മൻ തലബൽ ആഖിറ ഫഅദ്റകഹ മഅ ദുനിയാ. അദ്ദേഹം പറയും, ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നു, അവർ പരലോകത്തെ ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചപ്പോൾ അവർക്ക് പരലോകവും ലഭിച്ചു, പരലോകത്തിന്റെ കൂടെ ദുനിയാവും ലഭിച്ചിട്ടുണ്ട്. ശരിയാണ്, പരലോകം ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ച എത്രയോ ആളുകൾക്ക് ദുനിയാവ് കൂടി കിട്ടിയിട്ടുണ്ട്. ദുനിയാവിൽ അവർക്ക് സമ്പത്ത് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇസ്സത്തോടു കൂടി അവർക്ക് ജീവിക്കാൻ, ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവർ പരലോകവും നേടിയവരാൻ. അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നു. ദുനിയാവാണ് പരലോകമാണ് അവൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് അവൻ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിനെ ദുനിയാവിൽ ബറക്കത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പോയിന്റ്, വമാ റഅയ്നാ അഹദൻ തലബ ദുനിയ ഫഅദ്റകൽ ആഖിറത മഅ ദുനിയ. എന്നാൽ ദുനിയാവിന്റെ പിന്നാലെ പോയവന് അതിൻ്റെ കൂടെ പരലോകം കിട്ടിയ ഒരാളെയും നമ്മൾ കാണുന്നില്ല എന്നാണ്. ദുനിയാവ് എന്ന ചിന്ത, ദുനിയാവിൽ എങ്ങനെ രക്ഷപ്പെടാം, ദുനിയാവിൽ എങ്ങനെ ജീവിക്കാം, മനസ്സിൽ മൊത്തം ദുനിയാവാണ്. ഈ ചിന്തയുമായി പോകുന്നയാൾ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, അവൻ ശുഗിലാകുന്നതും എല്ലാം ദുനിയാവിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചിന്തിച്ച് നടക്കുന്ന ദുനിയാവിന് അവൻ്റെ ഹൃദയത്തിൽ കയറ്റി, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, ദുനിയാവാണ് അവന് ഏറ്റവും പ്രാധാന്യമുള്ളത്. അവിടെ നേടാൻ, അവിടെ സുഖിച്ച് ജീവിക്കാൻ, ഹറാം ഹലാലുകളെ പരിഗണിക്കാതെ അവൻ അങ്ങനെ ജീവിക്കാൻ. അങ്ങനെ ദുനിയാവിന്റെ പിന്നാലെ പോയ ഒരുത്തനെയും അവന് പരലോകം അതിന്റെ കൂടെ കിട്ടിയതായി നമ്മൾ കണ്ടിട്ടില്ല എന്നാണ് അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രധാന ലക്ഷ്യം പരലോകാകണം. ആ ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചാൽ അള്ളാഹു തആല അവന് ദുനിയാവും കൊടുക്കും. എത്രയോ നല്ല മനുഷ്യന്മാർക്ക് അള്ളാഹു നന്നായി ജീവിച്ച, നല്ല സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആളുകൾക്ക് ദുനിയാവ് കൊടുത്തിട്ടുണ്ട്. നല്ല വലിയ വലിയ പണ്ഡിതന്മാർ, അവർക്ക് അള്ളാഹു ഇൽമ കൊടുത്ത് ആ ഇൽമ അനുസരിച്ച് അവർ ജീവിക്കുന്നു. അതിൻ്റെ കൂടെ അവർക്ക് അള്ളാഹു സമ്പത്തും കൊടുത്തിട്ടുണ്ട്.
എന്നാൽ ദുനിയാവിൻ്റെ പിന്നാലെ പോയവന് പരലോകം കിട്ടിയ സംഭവം ഉണ്ടാകില്ല. അപ്പം നമ്മൾ ദുനിയാവാകണം, പരലോകമാകണം നമ്മുടെ ലക്ഷ്യം. ആ പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പ്രാർത്ഥിച്ചില്ലേ, വലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിന വലാ മബ്ലഗ ഇൽമിന. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ദുനിയാവാക്കല്ലേ. എപ്പോഴും ദുനിയാവിനെ കുറിച്ച് മാത്രം ബേജാറ്. ദുനിയാവിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്ക് ഭയങ്കരമായ പേടിയും ബേജാറും. അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച കാര്യമാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം പരലോകമായിരിക്കണം. ആ പരലോകത്തിന് വേണ്ടി പണിയെടുക്കുക, പരലോകം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾക്ക് സാധിക്കണം. എന്നാൽ അല്ലാഹു തആല പറഞ്ഞു, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖ. പരലോകമാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്, എന്നും നിലനിൽക്കുന്നത് പരലോകമാണ്. എന്നാൽ മനുഷ്യരിൽ അധികവും ദുനിയാവിൻ്റെ പിന്നാലെയാണ് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഈ പറഞ്ഞിട്ടുള്ള കാര്യം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സുഹ്ഫിലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സുഹ്ഫിലുമുള്ള കാര്യമാണ്. അതാണ് ശേഷം പറയുന്നത്. അപ്പോൾ മുൻഗാമികളായിട്ടുള്ള സമൂഹത്തിനൊക്കെ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ്. അവരൊക്കെ അധിക ആളുകൾ ദുനിയാവിൻ്റെ പിന്നാലെയാണ്, അതിൽ പരലോകമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് മുൻ വേദഗ്രന്ഥങ്ങളിലുമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ദുനിയാവ് നമ്മൾ മനസ്സിൽ കയറ്റരുത്. അത് നമുക്ക് കിട്ടാതിരിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വസിയ്യത്താണ്. അടുത്തത് ഉഖ്ബത്ത് ഇബ്നു അബി ഹക്കീം അദ്ദേഹം പറയാണ്, കുന്നാ നജ്ലിസു ഇലാ ഔൻ ഇബ്നു അബ്ദില്ല. ഔൻ ഇബ്നു അബ്ദില്ല താബിഈൻ. അദ്ദേഹം പറയാണ്, മഅ്ശറ الشباب قد رأينا الشباب يموتون. അദ്ദേഹം പറയാണ്, യുവ സമൂഹമേ, യുവാക്കൾ മരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ്. യുവാക്കൾ ഇങ്ങനെ മരിച്ചുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. യുവാക്കളോട് പറയാൻ, യുവാക്കൾ മരിച്ചു പോകുന്നുണ്ട്. യുവാക്കളെ ചിന്തിപ്പിക്കാൻ വേണ്ടി പറയാൻ. അപ്പോൾ യുവാവായിരിക്കുമ്പോൾ മരിക്കൂല എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലൊക്കെ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ പലരും മരിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച ആൾ മരിച്ചു പോയിട്ടുണ്ട്, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആൾ മരിച്ചു പോയിട്ടുണ്ട്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് പലരും മരിച്ചു പോയിട്ടുണ്ട്, നമ്മുടെ ഉടപ്പിറപ്പ് മരിച്ചു പോയിട്ടുണ്ടാകും, നമ്മുടെ മക്കൾ മരിച്ചു പോയിട്ടുണ്ടാകും, പെട്ടെന്നുള്ള ഒരുപാട് മരണങ്ങൾക്ക് നമ്മൾ സാക്ഷിയായിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊന്നും അടുത്ത് മരിക്കൂല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലൂടെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കവി പറഞ്ഞിട്ടുള്ളത്, യുഅമ്മറു വാഹിദുൻ ഫയഗുറു ഖൗമ. നാട്ടിൽ ഒരാൾക്ക് ആയുസ് ഉണ്ടാകും, ഒരു വയസ്സനുണ്ടാകും ഒരു നാട്ടിൽ. അയാളെ കണ്ടിട്ട് ആളുകളൊക്കെ വഞ്ചിതരാകും. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ പ്രായമുള്ള ഒരാളുണ്ടാകും, അദ്ദേഹത്തെ പോലെ നമ്മളും അത്രയും കാലം ജീവിക്കും നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. വയുൻസാ മൻ യമൂതു മിനശ് ശബാബി. എന്നാൽ യുവാക്കൾ മരിച്ചുപോയത് അവൻ മറന്നിരിക്കുന്നു. ആളുകൾക്ക് ഓർമ്മല്ല. അവൻ്റെ കൂടെ പഠിച്ച പലരും മരിച്ചുപോയിട്ടുണ്ട്. അവരുടെ നാട്ടിൽ അവൻ്റെ അതേ പ്രായത്തിലുള്ള അല്ലെങ്കിൽ അവനേക്കാൾ പ്രായം കുറഞ്ഞ ആളുകൾ മരിച്ചുപോയിട്ടുണ്ട്. അതൊന്നും ഓർമ്മല്ല. അവൻ്റെ നാട്ടിൽ ഒരു വൃദ്ധനെ നോക്കി അവൻ്റെ പോലെ ജീവിക്കുമെന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് ഒരിക്കൽ യുവാക്കളെയും അതുപോലെ തന്നെ പ്രായമായ ആളുകളെയും ഇരുത്തിയിട്ട് പറഞ്ഞു, യാ മഅ്ശറ ശുയൂഖ്, ഏ വൃദ്ധന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, മാ യുൻതളറു ബിസ്സർഇ ഇദാ ബലഗ്. ഒരു കൃഷി അതിന് പാകമെത്തിക്കഴിഞ്ഞാൽ പിന്നീട് അതിനുശേഷമുള്ള നടപടി എന്താണ്? ഏത് കൃഷിയും അത് മൂപ്പെത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത നടപടി എന്താണ്? അൽ ഹസാദ്. വയസ്സന്മാർ അൽ ഹസാദ്, അടുത്ത് പിന്നെ വിളവെടുപ്പാണ്. വയസ്സന്മാരോട് പറയാൻ, അവർ മൂത്ത് അല്ലെങ്കിൽ വയസ്സായിട്ടുണ്ട്, ഇനി അടുത്തത് എന്താണ്? അൽ ഹസാദ്. വൃദ്ധന്മാർ അവർ മരണത്തെ എപ്പോഴും പ്രതീക്ഷിക്കേണ്ടതാണ്, കൂടുതലായി പ്രതീക്ഷിക്കേണ്ടതാണ്. എന്നിട്ട് അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, യുവാക്കളെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന الزرع قد تدركه الآهة قبل أن يبلغ. യുവാക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൃഷി ചില സമയത്ത് അതിന് മൂപ്പെത്തുന്നതിന് മുമ്പ് ചില കേടുപാടുകൾ ബാധിച്ചത് നശിച്ചു പോകാറുണ്ട്. അത് യുവാക്കളോടാണ്. വയസ്സാകാതെ തന്നെ മരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. ശരിക്കും ഈ പറഞ്ഞിട്ടുള്ള ഉപദേശം വളരെ പ്രധാനപ്പെട്ട കാര്യം. വയസ്സന്മാരും അതുപോലെ തന്നെ യുവാക്കളൊക്കെ ഏത് സമയത്തും പ്രതീക്ഷിക്കേണ്ട ഒന്നാണ് മരണം എന്നുള്ളത്. അല്ലാഹു തആല നമ്മൾക്ക് നിശ്ചയിച്ച സമയം. നമുക്ക് സുബ്ഹാനല്ലാഹ്, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. നമ്മളൊക്കെ ശരിക്കും ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും നശിപ്പിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെയല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറിച്ച് എന്താ പറഞ്ഞത്? അക്സിറു, നിങ്ങൾ വർദ്ധിപ്പിക്കണം. മരണത്തെക്കുറിച്ച് ചിന്തിക്കാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞത്. മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കണം. അപ്പോൾ ഒരുപാട് ചിന്തിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ധാരാളമായി ചിന്തിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മരിക്കും, ഏത് സമയത്തും മരിക്കാം. അള്ളാഹു നമ്മളുടെ മരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷം മുമ്പ് ലൗഹുൽ മഹ്ഫൂദിൽ ഞാൻ എങ്ങനെ മരിക്കുമെന്ന് അള്ളാഹു എഴുതിയിട്ടുണ്ട്. നിങ്ങളൊക്കെ എങ്ങനെ മരിക്കുന്ന എത്ര വർഷം മുമ്പ് ഈ ലോകത്തെ അള്ളാഹു സൃഷ്ടിക്കുന്നതിന് മുമ്പ് അതിൻ്റെ 50,000 വർഷം മുമ്പ് ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് അള്ളാഹു എഴുതിയിട്ടുണ്ട് എന്നാണ്. അന്ന് എഴുതി വെച്ചതാണ്. ആ ലൗഹുൽ മഹ്ഫൂദിലുള്ളത് ഒരിക്കലും മാറ്റം വരികയില്ല. അപ്പോൾ നമ്മുടെ മരണം അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞു. അതിൻ്റെ രൂപം, അതിൻ്റെ സമയം, അതിൻ്റെ സ്ഥലം എല്ലാം കംപ്ലീറ്റ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്നൊരു സെക്കൻഡ് പോലും അധികം നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഒരു സെക്കൻഡ് മുമ്പ് നമ്മൾ മരിക്കൂല. അതാണ്, ഇത് സത്യമാണ്, എല്ലാവർക്കും അറിയുന്ന സത്യമാണ്. അതാണ് അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞത്, വയസ്സായ ആളുകളെ വെച്ചിട്ട് പറഞ്ഞത്, ഒരു കൃഷി അതിൻ്റെ ഭാഗം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വിളവെടുപ്പാണ്. അതുകൊണ്ട് ഏത് സമയത്തും നിങ്ങൾ മരണത്തെ പ്രതീക്ഷിക്കണം. യുവാക്കളെ ചില കൃഷിക്ക് നേരത്തെ തന്നെ അസുഖം ബാധിച്ച് നശിച്ചു പോകാറുണ്ട്. അതുകൊണ്ട് യുവാക്കളും മരിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞു, യജിബു അലാ മൻ ലാ യദ്രി മതാ യബ്ഗതുഹുൽ മൗത്ത്. മരണം എപ്പോഴാണ് സംഭവിക്കുക നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അവന് നിർബന്ധമാണ് അൻ യകൂന മുസ്തഇദ്ദ, ആ മരണത്തിന് വേണ്ടി അവൻ തയ്യാറെടുക്കുക എന്നുള്ള നിർബന്ധമാണ്. കാരണം എപ്പോഴാണ് മരിക്കുമെന്ന് അറിയില്ല. വലാ യഗ്തറ ബിശ്ശബാബി വസ്സിഹ, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, ഞാനിപ്പോൾ 25കാരനാണ് എന്നൊന്നും നമ്മളെ വഞ്ചിക്കാൻ പാടില്ല. നല്ല ആരോഗ്യമുണ്ട്, ഒരു അസുഖമില്ല. വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിൻ അദ്ദഹരി. എത്ര യുവാക്കളാണ് ഒരു അസുഖവും കൂടാതെ പെട്ടെന്ന് മരിച്ചുപോയത്, ഒരു അസുഖമില്ല. എത്രയോ രോഗികൾ ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്, ചിലപ്പോൾ കോമ സ്റ്റേജിലായിരിക്കും. അയാൾക്ക് ജീവനുണ്ട് എന്നുള്ളത് മാത്രമായിരിക്കും, അയാൾ വേറെ ഒന്നും അയാൾക്ക് പറ്റില്ല. അങ്ങനെ എത്രയോ വർഷങ്ങൾ അങ്ങനെ ജീവിക്കുന്ന ആളുകളുമുണ്ട്. അപ്പൊ അദ്ദേഹം പറയാണ്, നമ്മുടെ ആരോഗ്യവും നമ്മുടെ യുവത്വവും നമ്മൾ വഞ്ചിക്കാൻ പാടില്ല. ഫൈന അഖല്ല മൻ യമൂതുൽ അശ്യാഖ്, മരിക്കുന്നവരുടെ കണക്കെടുത്താൽ വയസ്സന്മാരാണ് കുറവ്. വഅക്സറു മൻ യമൂതു ശുബ്ബാൻ, മരിക്കുന്നവരിൽ അധിക ആളുകളും യുവാക്കളാണ്. വലിഹാദ യൻദുറു മൻ യക്ബുർ, അതുകൊണ്ടാണ് പ്രായമുള്ള ആളുകൾ, ഒരു നാട്ടിൽ വയസ്സന്മാർ കുറവായിരിക്കും. എന്തുകൊണ്ടാണ്? ഈ നമ്മളെ ഈ വാർഡിൽ നിന്ന് എടുത്തു നോക്കി, വയസ്സന്മാരുടെ കണക്കെടുത്ത് നോക്ക്. 1000 ആളുണ്ടെങ്കിൽ 100 വയസ്സന്മാരുണ്ടാവില്ല ചിലപ്പോൾ. അവർ ജനിച്ചപ്പോൾ ഇവിടെ ഒരുപാട്, അതേ സമയത്ത് ഇവിടെ ഒരുപാട് ആളുണ്ടായിരുന്നു. പക്ഷേ അവരുടെ പ്രായത്തിൽ നിന്ന് 100 ആളുകൾ അവശേഷിക്കുന്നുള്ളൂ. അവരുടെ കൂടെ ജീവിച്ച് അല്ലെങ്കിൽ അവരുടെ കൂടെ പഠിച്ച ആളുകളൊക്കെ മരിച്ചുപോയി, അവരുടെ നല്ല സമയത്ത് തന്നെ മരിച്ചുപോയി. അതുകൊണ്ടാണ് വയസ്സന്മാർ ഈ സദസ്സിൽ നോക്കി, ഈ സദസ്സിൽ തന്നെ 60 കഴിഞ്ഞ എത്ര ആളുള്ളൂ? നമുക്ക് 10 പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം, പെട്ടെന്ന് തീർക്കാൻ ഇൻഷാ അല്ലാഹ്. 6ാമത്തെ ഒരു വസിയ്യ, അയ്യൂബ് സഖ്തിയാനി താബിഇയ്യാൻ, അദ്ദേഹം പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, യുവ സമൂഹമേ, യുവാക്കളെ, ഇഹ്തരിഫു, നിങ്ങൾ ജോലി ചെയ്യണം, പണിയെടുക്കണം. ലാ തഹ്താജൂന അൻ തഅതു അബ്വാബ ഹഉലായി, കുറച്ച് ആളുകളുടെ പേരെടുത്ത് പറഞ്ഞ് ഇന്ന ആളുകളുടെ അടുത്തൊന്ന് പോയി നിങ്ങൾ അവരുടെ ഔദാര്യം പറ്റി ജീവിക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. ഇഹ്തരിഫു യാ മഅ്ശറ ശബാബ്, ഇഹ്തരിഫു, പണിക്ക് പോകണം, അധ്വാനിച്ച് ജീവിക്കണം. ഒരു പണിയില്ല, പണിയെടുക്കാതെ, ജോലി ചെയ്യാതെ, അത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമല്ല. ജോലിക്ക് പോകണം, ജോലി എടുക്കണം, കുടുംബത്തിനെ നോക്കണം, അധ്വാനിച്ച് ജീവിക്കണം. മഹാന്മാരായ പ്രവാചകന്മാർ, അമ്പിയാക്കൾ, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ കൈകൊണ്ട് സമ്പാദിച്ചതല്ലാതെ ഒന്നുമായിരുന്നില്ല എന്നാണ്. അദ്ദേഹം രാജാവാണ്, പക്ഷെ അദ്ദേഹം പണിയെടുക്കും. അദ്ദേഹം രാജാവാണ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം മാലിക്കായിരുന്നു. ഖാന സക്കരിയ അലൈഹി സ്വലാം നജ്ജാറൻ, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ആശാരിയായിരുന്നു. ആശാരി പണിയെടുത്തിട്ട് ജീവിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടം ചെയ്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ നോക്കി ജീവിച്ചിട്ടുണ്ട്. പണിയെടുക്കണം, പണിക്ക് പോകണം, അതാണ് ഇഹ്തരിഫു, പണിയെടുക്കണം. ഒരു പണിയില്ലാതെ നടക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്, യുവാക്കൾ തന്നെ പണിക്ക് പോകില്ല, മടിയന്മാരായിട്ട്. നഹാറുക ബത്താലുൻ വലൈലുക നായിമുൻ വഐശുക യാ മിസ്കീൻ വഐശുൽ ബഹായിമി എന്നൊരു കവി പറഞ്ഞതുപോലെ, നഹാറുക ബത്താലുൻ, പകൽ സമയം എന്ന് പറഞ്ഞാൽ ബത്താൽ എന്ന് പറഞ്ഞാൽ ഒരു പണിയെടുക്കാത്ത ആൾക്കാർ അറബി പറയാം. ഒരു പണിയില്ല, ഈ തെക്ക് വടക്ക് നടക്കുന്ന ആൾക്കാർക്കാണ് ബത്താൽ എന്ന് അറബി പറയാം. ഒരു പണി എടുക്കൂല, രാവിലെ ഒരു പണിയില്ലാതെ അങ്ങനെ കറങ്ങി നടക്കും. വലൈലുക നായിമുൻ, രാത്രി ഇങ്ങനെ ഉറങ്ങി തീർക്കും. ഐശുക യാ മിസ്കീൻ ഐശുൽ ബഹായിമി, എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നാൽക്കാലികളുടെ ജീവിതം പോലെ. നാൽക്കാലികൾ അങ്ങനെ തന്നെ, രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, തിന്ന് നടക്കും, രാത്രി കിടക്കും, ഉറങ്ങും. അങ്ങനെ ആകരുത്, പണിയെടുത്ത് ജീവിക്കണം. പണിയെടുത്താൽ കൂലിയുണ്ട്. നമ്മൾ വീട്ടിലേക്ക് സമ്പാദിക്കുന്നതിന് കൂലിയുണ്ട്. ആ നീയത്തോടുകൂടി പണിക്ക് പോവുക, ജോലി ചെയ്യുക.
മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി ജീവിക്കുക എന്നുള്ളത് വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല. അനുവദനീയമായ കച്ചവടങ്ങൾ നടത്തുക, ഹറാമല്ലാത്ത ജോലി ചെയ്ത് ജീവിക്കാൻ നമുക്ക് പറ്റണം. അതിന് ആളുകൾ ചിലപ്പോൾ ആ ജോലി വലിയ നിലവാരമില്ലാത്ത ജോലി, ആളുകളുടെ മുമ്പിൽ കൈനീട്ടി ജീവിക്കുന്നതിനേക്കാൾ നല്ലതാണ് അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളത്. ഒരു പണിയെടുക്കാതെ ജീവിക്കുന്ന ആളുകൾ അത് ശരിയല്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഇന്നി ലഅക്റഹു അൻ അറ റജുല ഫാരിഗ. ഒരാൾ ഒരു പണിയില്ലാതെ നടക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു പണിയില്ല, ലാ ഫി അമലി ദുനിയ വലാ ഫി അമലിൽ ആഖിറ. പരലോകത്തേക്ക് വേണ്ടിയും പണിയെടുക്കുന്നില്ല, ദുനിയാവിന് വേണ്ടിയിട്ടും പണിയെടുക്കുന്നില്ല. ഇങ്ങനെ ഫാരിഗായി എപ്പോഴും ഫ്രീ ആയിട്ട് നടക്കുന്ന ആളുകളെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഹലാലായൊരു ജോലി ചെയ്ത് ജീവിക്കാൻ നമുക്ക് പറ്റണം. മറ്റുള്ളവരെ ആശ്രയിച്ച് മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ ജീവിക്കുക എന്നുള്ളത് ശരിയല്ല. ഒരു കവി പറഞ്ഞതുപോലെ, ലഹംലു സഖ്രി മിൻ ഖിമമിൽ ജിബാലി അഹബ്ബു ഇലയ്യ മിൻ മിനനിർ റിജാലി. വലിയ വലിയ പർവ്വതങ്ങളിൽ നിന്ന് കല്ലുകളേറ്റി ജീവിക്കുക എന്നുള്ളതാണ് ആളുകളുടെ ഔദാര്യത്തിൽ ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം. പാറ ഏറ്റിട്ടാണെങ്കിലും അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളതാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. യഖൂലു നാസു കസബുൻ ഫീഹി ആറുൻ. ജനങ്ങൾ പറയുന്നത് അതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പണിയാണ് എന്ന് ആളുകൾ പറയും. എന്ത് പണിയാണ് ഇങ്ങനത്തെ പണി? ആളുകൾ അങ്ങനെ പറയും. ഫഖുൽതുൽ ആറു ഫീ ദുല്ലി സുആലി. ഞാൻ പറയുന്നത് ആളുകളോട് ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും മോശം കാര്യം. അതിനൊക്കെ വലിയ അപമാനമല്ല. അതുകൊണ്ട് അനുവദനീയമായ ഏത് നിലവാരം കുറഞ്ഞ ജോലി ചെയ്താലും മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ ആശ്രയിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങനത്തെ പണിയെടുക്കുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്, ഒരു കവി പറഞ്ഞത് കാണാം. അപ്പോൾ അധ്വാനിച്ച് ജീവിക്കും, പണി ഉണ്ടാകാം. ഒരു പണിയില്ലാത്ത ആളുകൾക്ക് ഒരു വില ഉണ്ടാകില്ല. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്ക് ഒരു വില ഉണ്ടാകില്ല. പ്രത്യേകിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, മക്കൾ നന്നാകണമെങ്കിൽ, സാലിഹാകണമെങ്കിൽ പല നിർദ്ദേശങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞെടുത്തൊന്ന്, മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നത് ബാപ്പയാകണം. അപ്പോൾ ബാപ്പാക്ക് വില ഉണ്ടാവുള്ളൂ. ബാപ്പ പണിക്കോണില്ലെങ്കിൽ അയാൾ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല, മക്കൾക്ക് ഒരു വില ഉണ്ടാവില്ല. അയാളുടെ ചെലവിൽ അയാളുടെ കുടുംബം ജീവിക്കുമ്പോഴാണ് മക്കൾക്കും ഭാര്യയ്ക്കും അവനോട് വില ഉണ്ടാകുള്ളൂ. സത്യം. പണിക്കോകാത്ത ഭർത്താവിന് എന്ത് വില വീട്ടിലുണ്ടാക്കുക? എത്രയോ ആളുകളുണ്ട് ഒരു പണിക്കും പോകാതെ, ഒരു നാണവുമില്ലാതെ മറ്റുള്ളവരുടെ ചെലവിൽ അങ്ങനെ ജീവിക്കും. അധ്വാനിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് യുവാക്കളോട് സലഫുകൾ നൽകിയിട്ടുള്ള ഉപദേശം. യാ മഅ്ശറ ശബാബ് ഇഹ്തരിഫു. യുവാക്കളെ നിങ്ങൾ ജോലി എടുക്കണം എന്ന് പറഞ്ഞത് കാണാം. അടുത്തൊരു ഉപദേശം മൈമൂൻ ഇബ്നു മിഹ്റാൻ താബിഈയാണ്. അദ്ദേഹം പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, ഖുവ്വതുകും ഇജഅലുഹാ ഫീ ശബാബികും. നിങ്ങളുടെ ശക്തി നിങ്ങളുടെ യുവത്വ സമയത്ത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. വനശാതുകും ഫീ തഅത്തില്ലാഹ്. അതേപോലെ തന്നെ നിങ്ങളുടെ വനശാതുകും ഫീ തഅത്തില്ലാഹ്, നിങ്ങളുടെ ഉന്മേഷം, നിങ്ങളുടെ സജീവത അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഏറ്റവും ശക്തിയും കഴിവും ബുദ്ധിയൊക്കെ ഉള്ള സമയം യുവത്വ സമയമാണ്. ആ സമയം അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. മൈമൂൻ ഇബ്നു മിഹ്റാൻ റഹ്മത്തുള്ളാഹി പറഞ്ഞു. അപ്പോൾ നമ്മുടെ സമയം, നമ്മൾക്ക് എത്ര യുവാക്കളാണെങ്കിലും ഇനി മരണം സംഭവിച്ചിട്ടില്ലെങ്കിലും നാളെ പിറ്റേന്ന് നമ്മൾ നിത്യരോഗിയാകാം. ഒരു സ്ട്രോക്ക് വന്നാൽ നമ്മുടെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ചില സലഫുകൾ അവർക്ക് രോഗം വന്ന് അവർക്ക് അറിയാറുണ്ടായിരുന്നു. എന്തിനാണ് അവർക്ക് അറിയണത്? അവർക്ക് അറിഞ്ഞത് ആ രോഗം വരുന്ന സമയത്ത് അവർ എത്രത്തോളം ഇബാദത്തിൽ സജീവമായിരുന്നു എന്നാലോചിച്ചിട്ടൊക്കെ അറിയാം. നല്ല സജീവമായി ഇബാദത്തും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു മാരകമായ അസുഖം ബാധിച്ചതെങ്കിൽ പിന്നീട് ആ അസുഖം കൊണ്ട് നമ്മൾക്ക് ഇബാദത്തുകളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിന് കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. പക്ഷെ ആ സമയത്ത് അതുവരെ നമ്മൾ ക്ലിയർ ആകണം. 5 വഖ്ത് ജമാഅത്തിന് പള്ളിയിലെത്തുന്ന ഒരാളാണ്, അയാൾ നാളെ ശരീരം മൊത്തം തളർന്നു കിടന്നു, 10 വർഷം അയാൾ ബെഡിൽ കിടന്നാലും 10 വർഷം ജമാഅത്ത് നിസ്കരിച്ച കൂലി ആൾക്കുണ്ടാകും. അതുകൊണ്ട് സലഫുകൾ കരയാറുണ്ടായിരുന്നു ആ രോഗം വരുന്ന സമയത്ത് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്നാലോചിച്ചിട്ട്. അതുകൊണ്ട് നമ്മുടെ നല്ല കഴിവും ശക്തിയും എത്ര കാലം ഉണ്ടാകുന്നു, മരിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് യുവാക്കളായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ചും നമ്മളുടെ ശക്തിയും കഴിവും സജീവതയും ഒക്കെ അള്ളാഹ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. മൈമൂൻ ഇബ്നു മിഹ്റാൻ യുവാക്കളോട് പറഞ്ഞതിന് ശേഷം വയസ്സന്മാരോട് പറഞ്ഞു, യാ മഅ്ശറ ശുയൂഖ്, വൃദ്ധന്മാരെ, ഹത്താ മതാ, എത്ര കാലമാണ് നിങ്ങളുടെ അവസ്ഥയുള്ളത് എന്ന് പറഞ്ഞാൽ ഏതുവരെ ഈ പോക്ക് പോകും ജീവിതത്തിൽ ഇബാദത്തുകളിലൊന്നും ശ്രദ്ധിക്കാതെ എത്ര കാലമാണ് നിങ്ങൾ ഇനി ജീവിക്കാൻ പോകുന്നത് എന്ന് വൃദ്ധന്മാരോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇനിയും നിങ്ങൾക്ക് വയസ്സായിട്ടുണ്ടെങ്കിലും യുവാക്കളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കഴിവും ശക്തിയും ഏറ്റവും നല്ല രൂപത്തിൽ വരും. വൃദ്ധന്മാരോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് കാത്തിരിക്കാൻ സമയമില്ല. എത്ര പ്രായമായിട്ടുണ്ടെങ്കിലും അവസാന സമയം നന്നാക്കി കഴിഞ്ഞാൽ, ഏറ്റവും നല്ല രൂപത്തിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു വെക്കാം. ഈ മസ്ജിദുമായി നമുക്ക് പല കാര്യങ്ങളും തുടങ്ങി വെക്കാൻ പറ്റും. ഒരു മസ്ജിദ് ഒരു നാട്ടിലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ മസ്ജിദ് മതി അയാൾക്ക് സ്വർഗത്തിലെത്താൻ.
ആ മസ്ജിദിൽ നടക്കുന്ന കാര്യങ്ങൾ, അവിടെയുള്ള ഇമാറത്തുൽ മസ്ജിദ്, അവിടെ ദഅവ, അവിടെ നടക്കുന്ന തലബുൽ ഇൽം, അവിടെ ദീൻ പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക, അതൊക്കെ നമ്മൾ തുടങ്ങിച്ച് മരിച്ചുപോയാൽ അതിൻ്റെ പിന്തുടർച്ച മറ്റൊരാളുകൾ ഏറ്റെടുത്താൽ നമ്മൾ തുടങ്ങി പഠിച്ച നന്മ അതിൻ്റെ കൂലി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നന്മയുടെ താക്കോലുകളായി മാറാൻ നമുക്ക് പറ്റണം. ഈ ഒരു മസ്ജിദ് നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ഇത് നമ്മൾക്ക് പഠിക്കാനും ആളുകൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കാനും പറ്റുന്നൊരു കേന്ദ്രമാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നഷ്ടം. ഈ മസ്ജിദുമായിട്ട് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കണം. നല്ല നല്ല കാര്യങ്ങൾ തുടങ്ങി വെച്ചാൽ ചിലപ്പോൾ അതിന് ഏറ്റെടുക്കുക ഏറ്റവും നമ്മൾ ചെയ്യുന്നതിനേക്കാളൊക്കെ ഇരട്ടി ഏറ്റവും നല്ല ഭംഗിയിൽ നമ്മുടെ പിൻതലമുറക്കാരത് ഏറ്റിച്ച് നമ്മൾ തുടങ്ങി കൊടുത്താൽ മതിയാവും. അതുകൊണ്ട് ദീനി, ഒരു ദീനിയായ ബുദ്ധി നമുക്ക് ഉണ്ടാകണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാവുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത് ഈ മസ്ജിദുമായി, നാട്ടുകാർ ഈ മസ്ജിദുമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക. അങ്ങനെ എന്തൊക്കെ നന്മകൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ തുടങ്ങി വെച്ചാൽ അത് നമ്മുടെ ജീവിതകാലം അത്രയും അതിൽ മുറിയാതെ അത് തുടർത്തിക്കൊണ്ടുപോകാൻ സാധിച്ചാൽ അതിൻ്റെ കൂലി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അടുത്ത 8ാമത്തെ ഒരു ഉപദേശം, സുഫിയാൻ സൗരി റഹിമഹുല്ലാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം യുവാക്കളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, ഇദാ ലം തുസല്ലുൽ യൗമ ഫമതാ, ഇനിയും നിങ്ങൾക്ക് നിസ്കരിക്കാനായിട്ടില്ലെങ്കിൽ ഇനി എപ്പോൾ നിസ്കരിക്കാം? നിസ്കാരത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിസ്കാരം ഇബാദത്തുകളുടെ ഉമ്മഹാത്തുൽ ഇബാദ, ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ ഇബാദത്താണ്. നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം എന്ന് യുവാക്കളോട് പ്രത്യേകം പറഞ്ഞത് കാണാം. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകരുത്. ബാങ്ക് കൊടുത്താൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നിസ്കാരത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകണം. ബാങ്ക് കൊടുത്താൽ പിന്നെ നിസ്കാരം എന്നുള്ള കാര്യം അത് മസ്ജിദിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധയുണ്ട്. ഇടയ്ക്ക് നിസ്കാരം സമയം തെറ്റുന്നുണ്ട്. എത്രയോ മനുഷ്യന്മാർ സുബ്ഹാനല്ലാഹ് ഇന്ന് ഈ സമയത്ത് ഇശ ബാങ്ക് കൊടുത്തു, ഇന്ന് മഗ്രിബ് നിസ്കരിക്കുക എത്രയോ ആളുകൾ ഈ നാട്ടിലുണ്ടാകും. മഗ്രിബ് ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കണമെന്ന ചിന്ത ഇല്ലാതെ എത്രയോ മനുഷ്യന്മാരുണ്ട്. തീരെ നിസ്കരിക്കാത്തവരുണ്ട്, ഇടക്ക് നിസ്കരിക്കുന്നവരുണ്ട്, അധിക സമയത്ത് നിസ്കരിക്കുന്ന ഇടക്ക് നിസ്കാരം കട്ടാക്കുന്ന ആളുകളുണ്ട്. കല്യാണം സൽക്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് 5 വക്ത് നിസ്കരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ജമാഅത്തിന്റെ കാര്യം ശ്രദ്ധിക്കാത്തവരുണ്ട്. ഇനി ജമാഅത്തിന്റെ കാര്യമൊക്കെ ശ്രദ്ധിച്ച് 5 വക്ത് നിസ്കരിക്കുന്നവരിൽ തന്നെ നിസ്കാരത്തിന്റെ റൂഹ് ഖുശൂ അതിൽ ശ്രദ്ധിക്കാത്ത ആളുകളുണ്ട്. ഇതൊക്കെ വിഷയങ്ങളാണ്. നിസ്കാരം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകണം. നിസ്കരിക്കുക എന്നുള്ളതും അത് ഏറ്റവും നന്നായി നിസ്കരിക്കുക എന്നുള്ളതും. സലഫുകളിൽ ചിലർ ദീൻ പഠിക്കാൻ ചെല്ലുമ്പോൾ ആ പഠിക്കുന്നയാളുടെ നിസ്കാരം ശ്രദ്ധിക്കുന്നതാണ്. നിസ്കാരത്തിൽ അയാൾ ഓക്കെ ആണെങ്കിൽ പിന്നെ അയാളെ കൂടെ ഇരുന്ന് പഠിക്കുള്ളൂ, അല്ലെങ്കിൽ അയാൾ തിരിച്ചു പോകുന്ന. നിസ്കാരത്തിന് എത്രത്തോളം ഒരാൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അയാളിൽ നന്മയുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ടാണ് ചില സലഫുകൾ പറഞ്ഞത് ഒരാളുടെ നാവും നിസ്കാരവും ശരിയായാൽ ബാക്കി കംപ്ലീറ്റ് കാര്യവും ശരിയാവും. നമ്മൾ ശരിക്കും നമ്മളുടെ പോരായ്മ നമ്മൾ നിഷ്പക്ഷമായി സത്യസന്ധമായി ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ നാവും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും, നിസ്കാരത്തിലും പ്രശ്നം ഉണ്ടാവും. ഈ രണ്ട് പ്രശ്നം നമ്മൾ ശരിയാക്കിയാൽ നിസ്കാരം കറക്റ്റ് ജമാഅത്തായി ഏറ്റവും നല്ല രൂപത്തിൽ ഖുശൂഓടുകൂടി നമ്മൾ നിസ്കാരം നിർവഹിക്കുന്നു, നാവ് ഏറ്റവും നല്ല രൂപത്തിൽ മാത്രം ഉപയോഗിക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതം അടിപൊളി മാറും. അപ്പോൾ ഇതാണ് യുവാക്കളോട് സുഫിയാൻ സൗരി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്. 9ാമത്തെ ഒരു കാര്യം ഹസനുൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞു യുവാക്കളോട്, യാ മഅ്ശറ ശബാബ് അമാ തസ്താഖൂന ഇലൽ ഹൂറിൽ ഐൻ, സ്വർഗീയ സ്ത്രീകളെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. യുവാക്കളെ, നിങ്ങൾക്ക് സ്വർഗീയ സ്ത്രീകളെ കുറിച്ച് ചിന്തയില്ലേ എന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്. യുവാക്കൾക്കെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അവർക്ക് പ്രത്യേകിച്ച് യുവത്വം എന്നുള്ള സമയത്തായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ ചിന്ത ഉണ്ടാക്കുക. ആ സമയത്ത് സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം എടുത്തു പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തണം, അവിടെ പ്രവേശിക്കണം, അവിടെയുള്ള വ്യത്യസ്തമായ സുഖങ്ങൾ, സൗകര്യങ്ങൾ, നിഅമത്തുകൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെ ചിന്തിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വർഗീയ സ്ത്രീകളെ കുറിച്ച് അതിലേക്ക് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ എന്നാണ്. സ്വർഗത്തിലെ സ്ത്രീകളെ കിട്ടണമെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കണം. അപ്പോൾ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾക്ക് ഏറ്റവും ഉന്മേഷം ഉണ്ടാക്കുന്ന, താല്പര്യം ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ്. സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുക, ചിന്തിക്കുക എന്നുള്ളത് നമ്മൾക്ക് നന്നാകാനുള്ള ഏറ്റവും നല്ലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വർഗം, അതിൻ്റെ അനുഗ്രഹങ്ങൾ, അനുഗ്രഹങ്ങളെക്കുറിച്ച് അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിൽ എന്താണ് പറഞ്ഞത്? അഅദത്തു ലിഇബാദിയ സ്സാലിഹീൻ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഈ ഹദീസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഈ ഹദീസിനെ കുറിച്ച് ചിന്തിച്ചു നോക്കും. സ്വർഗത്തിൽ അല്ലാഹു തആല പറയും, അഅദത്തു ലിഇബാദിയ സ്സാലിഹീൻ, എൻ്റെ സാലിഹുകളായ അടിമകൾക്ക് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു. മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ല. സ്വർഗത്തിൽ ഒരു സാധനം ദുനിയാവിൽ നമ്മൾ കണ്ട ഒന്നും സ്വർഗത്തിലില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ സ്വർഗത്തിലുള്ള കാര്യം
ദുനിയാവിലുള്ള കാര്യവും ചില കാര്യങ്ങൾ സ്വർഗത്തിലുണ്ട് നമ്മൾ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അത് ആ വിഷയമായിട്ട് അതിനുള്ള ബന്ധം, പേരിലുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ അള്ളാഹു പാലുണ്ട്, പ്രമാണത്തിൽ പാലുണ്ട്, തേനുണ്ട് എന്നൊക്കെ പറഞ്ഞത് ആ പേരിൽ മാത്രമേ യോജിപ്പുള്ളൂ. ഇവിടെ കാണുന്നതൊന്നുമല്ലാതെ ഒരു കണ്ണും അവിടുത്തെ ഒരു സൗകര്യവും കണ്ടിട്ടില്ല. വാലാ ഉദുനും സമീഅത്, ഒരു കാതും കേട്ടിട്ടില്ല. വാലാ ഖതറ അലാ ഖൽബി ബശർ, സ്വർഗത്തിലെ സുഖങ്ങളെക്കുറിച്ച് ഒരു ഹൃദയത്തിനും സങ്കല്പിക്കാൻ സാധിക്കില്ല, ഭാവിക്കാൻ സാധിക്കില്ല. അത്രയും വലിയ സൗകര്യമാണ്. ഏറ്റവും അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് അള്ളാഹു കൊടുക്കുന്ന സ്വർഗം, അള്ളാഹു തആല അയാളുമായിട്ട് നടത്തുന്ന സംഭാഷണ ഹദീസിൽ കാണാം. ഇന്ന ലക മിസ്ല ദുനിയ വഅശ്റ അംസാലിഹ എന്നാണ് പറഞ്ഞത്. ഏറ്റവും അവസാനം അവന്റെ ശിക്ഷയൊക്കെ കഴിഞ്ഞ് ഇനി ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കാനില്ല, ഇനി ഒരാളും നരകത്തിൽ നിന്ന് പുറത്തു വരാനുമില്ല. ഏറ്റവും അവസാനം സ്വർഗവും നരകവും ക്ലോസ് ചെയ്യാൻ ആ മനുഷ്യനോട് അള്ളാഹു തആല ഇന്ന ലക മിസ്ല ദുനിയ വഅശ്റ അംസാലിഹ, നിനക്ക് ഈ ദുനിയാവ്, ഈ പ്രപഞ്ചം, ഈ ദുനിയാവ് എത്ര ഉണ്ടോ അതും അതിന്റെ 10 ഇരട്ടിയും നിനക്കുണ്ട്. സുബ്ഹാനല്ലാഹ്. ഏറ്റവും അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആൾക്ക് അതുണ്ടെങ്കിൽ അതിനു മുമ്പ് പ്രവേശിച്ച ആളുകൾക്ക് അതിനേക്കാൾ കൂടുതലുണ്ടാകും, ഉറപ്പല്ലേ? അവിടുത്തെ സുഖങ്ങൾ, സൗകര്യങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതാണ് ഇവിടെ അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവരുടെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. കണ്ണ് താഴ്ത്താൻ സഹായകമാകുന്ന ഒരു കാര്യമായി പണ്ഡിതന്മാർ പറയുന്ന സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് ആലോചിക്കുക. ഇവിടെ കണ്ണ് താഴ്ത്തി അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. ഹറാമിൽ നിന്ന് കണ്ണ് താഴ്ത്തിയ കണ്ണ് നരകം സ്പർശിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്വർഗീയ സ്ത്രീകളെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദ്യം. സ്വർഗത്തിൽ ഏത് അനുഗ്രഹങ്ങളോ ഇത് മാത്രമല്ല, സ്വർഗത്തെക്കുറിച്ച് പഠിക്കുക, അത് ചിന്തിക്കുക എന്നുള്ളത് നമ്മൾക്ക് നന്മകൾ ചെയ്യാൻ ഏറെ സഹായകമാകുന്ന കാര്യമാണ്. 10ാമത്തെ അവസാനത്തെയും ഒരു വസിയത്തായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് തന്നെ പറയും, യാ മഅശറ ശബാബ്, യുവാക്കളെ, ഇയ്യാക്കും വത്തസ്വീഫ്, നിങ്ങൾ തസ്വീഫിനെ സൂക്ഷിക്കണം. പിന്നെ ചെയ്യാം, നാളെയാകാം, പിന്നെയാകാം, റമദാനാകട്ടെ, ഇപ്പൊ ശഅബാനല്ലേ, അത് സൂക്ഷിക്കണം. സൗഫ അഫ്അലു സൗഫ അഫ്അൽ, പിന്നെ ചെയ്യും, ശേഷം ചെയ്യാം എന്ന് പറയുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം, അത് വെടിയണം എന്ന് ഞാൻ നിങ്ങളോട് താക്കീത് ചെയ്യുന്നു എന്നാണ് അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊക്കെ ഈ മസ്ജിദിൽ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ആഗ്രഹം ഉണ്ടാകും ഒരു മാറ്റം. എനിക്കടക്കം നമുക്കൊക്കെ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നമ്മൾ ചിന്തിച്ചാൽ കുറവുകളെക്കുറിച്ച് എനിക്കൊരു കുറവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാനാണ് ഏറ്റവും വലിയ വിഡ്ഢി. എൻ്റെ കുറവുകൾ സലഫുകൾ പറഞ്ഞത് കാണാം, ഒരാൾക്ക് ഒരാളുടെ കുറവ് അറിയുന്നില്ലെങ്കിൽ അവൻ വിഡ്ഢിയാണ്. അപ്പൊ ചോദിച്ചു, താങ്കളുടെ കുറവ് എന്താണ്? അബൂവാസില, താങ്കളുടെ കുറവ് എന്താണ്? കുല്ലു മൻ ലാ യഅരിഫു ഐബഹു ഫഹുവ അഹ്മഖ്, ഒരാൾക്ക് അയാളുടെ കുറവ് എന്താണ്, എൻ്റെ ന്യൂനത എന്താണ്, എൻ്റെ ജീവിതത്തിലെ ദീനിയായ പ്രശ്നങ്ങൾ എന്താണ് എന്നൊരുത്തിന് അറിയില്ല, അവൻ വിഡ്ഢിയാണ്. അപ്പൊ അദ്ദേഹം യാ അബൂവാസില മാ ഐബുക്, നിങ്ങളുടെ കുറവ് എന്താണ്? കസ്റത്തുൽ കലാം, സംസാരം കുറച്ച് കൂടുതലാണ്, അതാണ് എൻ്റെ പ്രശ്നം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് നമ്മൾക്കും പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകും മനുഷ്യരാണെങ്കിൽ. ആ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാൻ പരിശ്രമിക്കണം. എനിക്ക് നന്നാകണം, ശരിയാകണം, എൻ്റെ പല പ്രശ്നങ്ങളുണ്ട്, അത് ശരിയാകണം എന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകില്ല. പക്ഷേ നമുക്ക് തുടങ്ങാനാണ് പ്രയാസം. അതാണ് ഇയ്യാക്കും വത്തസ്വീഫ്, യാ മഅശറ ശബാബ് ഇയ്യാക്കും വത്തസ്വീഫ്, പിന്നെയാകാം എന്നുള്ളതാണ്. ഇപ്പൊ പലരും ചിന്തിക്കുന്നുണ്ടാവും റമദാനായിട്ട് ശരിയാകാം, റമദാനിന്റെ അടുത്താണ് നമ്മളുള്ളത്. ആര് പറഞ്ഞു നമുക്ക് റമദാൻ വരെ ജീവിക്കാൻ പറ്റും എന്നുള്ളത്? എത്രയോ ആളുകൾ ഇനി മരിക്കാൻ പോകുന്നുണ്ട്. ഇനി 10-20 ദിവസം റമദാനിലുണ്ട്, 10-18 ദിവസം ഉണ്ടാകും, ഇനി 20 ദിവസത്തിൽ താഴെ. ഈ 20 ദിവസത്തിനിടയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകാനുണ്ട്, ഉറപ്പാണ്. ഓരോ ദിവസം എത്ര ആളുകൾ മരിക്കുന്നുണ്ട് ലോകത്ത്. അതുകൊണ്ട് ഇയ്യാക്കും വത്തസ്വീഫ്, ചില സലഫുകൾ പറഞ്ഞത് പറയാം, അത്തസ്വീഫു ജുന്ദു ശയാത്തീൻ, അത് ശൈത്താന്റെ പട്ടാളമാണ്, ശൈത്താനാണ് ആ ചിന്തട്ടിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യാം. ലാ തുർജി അമലൽ യൗമി ഇലാ ഗദി, ഇന്നത്തെ പണി നാളത്തേക്ക് മാറ്റിവെക്കരുത്. ഇന്ന് ചെയ്യാൻ പറ്റുന്നത് ഇന്ന് തന്നെ ചെയ്യാം. എന്തൊക്കെ തിന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുക. ചിലപ്പോൾ നാളെ ആയിരിക്കും നമ്മൾ മരിക്കും. ഇന്ന് ആത്മാർത്ഥമായി അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ ജീവിതത്തിൽ ചെയ്ത തിന്മകൾ എന്ന് പറഞ്ഞാൽ കള്ളുകുടി, വ്യഭിചാരം, ഇങ്ങനെയുള്ള ആളുകൾ മൊത്തത്തിൽ മനസ്സിലാക്കുന്ന തിന്മകളാകണം. നമ്മളൊക്കെ വലിയ വൻഭാവങ്ങൾ ചെയ്യുന്നുണ്ടാകും. എന്തൊക്കെയായിരിക്കും?
നമ്മുടെ ജീവിതത്തിൽ കുറച്ചൊക്കെ ദീനനുസരിച്ച് ജീവിക്കുന്നു എന്ന് തോന്നുന്ന ആളുകൾക്കിടയിൽ ഒരു ദീനിയാണ് എന്ന് പരിചയപ്പെടുത്തുന്ന ആളുകളൊക്കെ ചെയ്യുന്ന വൻ പാപങ്ങളുണ്ട്. അതിലൊന്ന് മാതാപിതാക്കളോടുള്ള പെരുമാറ്റമായിരിക്കും. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ വൻ പാപമാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നുള്ളത് വൻ പാപമാണ്. മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോടൊന്ന് ചൂടായാൽ മതി. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ചേ എന്ന് പറഞ്ഞാൽ അതലജ്ജറു എന്നുള്ള വാക്കാണ് അറബിയിൽ. അതലജ്ജറു എനിക്കത് ഇഷ്ടമായിട്ടില്ല എന്ന ഇസ്മു ഫിഅൽ മുദാരിയാണത്. എന്ന് പറഞ്ഞാൽ ഞാനത് വെറുക്കുന്നു എന്നൊരു സൗണ്ടാണ് ഉഫ്ഫിൻ എന്ന് പറഞ്ഞാൽ. അത് പാടില്ല, അത് ഹറാമാണ്. അപ്പോൾ ഉമ്മയോട് ഉപ്പയോട് നമ്മളൊരു ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ അത് ഹറാമാണ്, വൻ പാപമാണ്. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നുള്ളത് അത് വൻ പാപമാണ്. ചിലപ്പോൾ നമ്മൾ മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ ഡെയിലി എന്നോണം ചിലപ്പോൾ വൻ പാപങ്ങൾ സംഭവിക്കുന്നുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ ആ പെരുമാറ്റത്തിലൂടെ നമ്മൾ, കാരണം നന്മകൾ നമുക്ക് ഡെയിലി ചെയ്യേണ്ട, നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇന്ന് ഈ ദിവസം എനിക്ക് നിർബന്ധമായി ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ്? നിർബന്ധമായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ ഒന്ന് 5 വക്ത് നിസ്കാരം. അത് ബാങ്ക് കൊടുക്കുന്ന പരിധിയിലാണെങ്കിൽ അയാൾക്ക് മസ്ജിദിൽ വന്ന് ജമാഅത്ത് ആയി നിർവഹിക്കൽ നിർബന്ധം. പിന്നെ എൻ്റെ സക്കാത്തിന്റെ സമയം ഇപ്പൊ കണക്കായിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധം ഉണ്ടാവും. പിന്നുള്ളത് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാന്നുള്ളത് നിർബന്ധം. ഇസ്ലാമിൽ കുറച്ച് കാര്യങ്ങൾ നിർബന്ധമുള്ളൂ, ഒരുപാട് കാര്യങ്ങളില്ല. കുറച്ച് കാര്യങ്ങൾ നിർബന്ധമുള്ളൂ, ബാക്കിയൊക്കെ സുന്നത്തായിരിക്കും. അതിൽപ്പെട്ട ഒന്നാണ് ബിർറുൽ വാലിദൈൻ, നിർബന്ധമാണ്. അതിൽ നമ്മൾക്ക് വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ, അത് അവരെ വിഷമിപ്പിച്ചാൽ, അത് ഏറ്റവും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ ഹറാമാണ്, പാടില്ലാത്തതാണ്. മാതാപിതാക്കൾക്ക് ഉഖൂഖുൽ വാലിദൈൻ അത് വൻ പാപമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പം നമ്മളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണെന്ത്? മാതാപിതാക്കളോട് ദേഷ്യപ്പെടുക എന്നുള്ളത്. അപ്പം ആ വൻ പാപം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടാകും, സൂക്ഷിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തിന്മകൾ, അതിൽ നിന്നെല്ലാം നമ്മൾ തൗബ ചെയ്യണം. അത് നാളേക്ക് മാറ്റിവെക്കാനോ നന്മകൾ ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലൊക്കെ അതാണ് ലാ തുർജി അമലൽ യൗമി ഇലാ ഗദി, ഇന്നത്തെ പണി നാളത്തേക്ക് മാറ്റിവെക്കരുത്. ലഅല്ല ഗദൻ യഅതി ഫഇന്നക ഫഖീദു, ലഅല്ല ഗദൻ യഅതി ഫഇന്നക ഫഖീദു, ലഅല്ല ഗദൻ യഅതി വഅൻത ഫഖീദു, നാളെ എന്നുള്ളത് ഉണ്ടായേക്കാം, പക്ഷെ നീ മരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ, നന്മകൾ ചെയ്യാൻ, തിന്മകളിൽ നിന്ന് അല്ലാഹുവിലേക്ക് തൗബ ചെയ്യാൻ നമ്മൾ സൗഫ അഫ്അൽ, നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം, റമദാനിലാകാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. എത്രയും പെട്ടെന്ന് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം, ഇന്ന് നമ്മൾ തൗബ ചെയ്തു, അല്ലാഹു തൗബ സ്വീകരിച്ചു, നാളെ നമ്മൾ മരിച്ചു. സുബ്ഹാനല്ലാഹ്, നമ്മുടെ എല്ലാ തിന്മകളും അല്ലാഹു തആല അത്തായിബു മിനദ് ദംബി കമൻ ലാ ദംബ ലഹു, പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തിട്ടുണ്ടാകും. നാളെ നന്നാകാന്ന് വിചാരിച്ച് ഇന്ന് ഉറങ്ങി ഇന്ന് മരിച്ചാലോ നമ്മുടെ കാര്യം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള 10ാമത്തെ ഉപദേശം അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്തും അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിൻ്റെ വിഷയത്തിൽ നമ്മൾ പരാജയപ്പെടുന്നതായിരിക്കും. അത് പഠിക്കാൻ തീരുമാനിച്ചു, പിന്നെ ചെയ്യാൻ അങ്ങനെ പോകും. നമ്മുടെ ദീനി പഠന രംഗത്തിൻ്റെ കാര്യം ഒന്നുകൂടി പറയാം. ഈ കൂട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന മിക്ക ആളുകളും ഗൗരവത്തിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ ഈ കൂട്ടത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയല്ല ഞാൻ മനസ്സിലാക്കണം. നമ്മൾ ചിലപ്പോൾ പല ക്ലാസ്സിനും പോകുന്നുണ്ടാവും, ദർസിന് പങ്കെടുക്കുന്നുണ്ടാവും, ചിലപ്പോഴൊക്കെ നമ്മൾ യൂട്യൂബിൽ നിന്ന് അവിടെ ക്ലാസ് കേൾക്കുന്നുണ്ടാവും. പക്ഷെ ചിട്ടയായ ഒരു പഠനം തുടങ്ങിയിട്ടുണ്ടാകില്ല. എന്താ പ്രശ്നം? ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, ആഗ്രഹിച്ചുകൊണ്ട് മാത്രം അറിവ് കിട്ടൂല. ആഗ്രഹിച്ചുകൊണ്ട് മാത്രം അറിവ് കിട്ടും ഇല്ല. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള ഒരു കവിതയിൽ കാണാം, ലൗ കാന ഹാദൽ ഇൽമു യുദ്റകു ബിൽ മുന മാ കാന യബ്ഖാ ഫിൽ ബരിയത്തി ജാഹിലു. ഈ ഇൽമ് ആഗ്രഹം കൊണ്ട് കിട്ടുമായിരുന്നുവെങ്കിൽ ദുനിയാവിൽ ഒരു സൃഷ്ടിയും ജാഹിലായിട്ടുണ്ടാവില്ല. എല്ലാവരും പണ്ഡിതന്മാരായിരിക്കും. ആർക്കും അറിവിൽ വലിയ പണ്ഡിതനാകണം എന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടാകും? ഇല്ല. എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യം വലിയ ആലിമാകണം എന്ന് ആഗ്രഹിക്കാത്ത ഒരാളുണ്ടാകില്ല. അപ്പം ആഗ്രഹം കൊണ്ട് മാത്രം കിട്ടുമായിരുന്നുവെങ്കിൽ എല്ലാവരും പണ്ഡിതന്മാരായിരിക്കും. അതുകൊണ്ട് ഫജ്ഹദ് വലാ തക്സൽ വലാ തകു ഗാഫിലൻ ഫനദാമതുൽ ഉഖബാ ലിമൻ യതകാസലു. അതുകൊണ്ട് നീ പണിയെടുക്കണം, അധ്വാനിക്കണം, മടി കാണിക്കരുത്, അശ്രദ്ധനാകരുത്. ഫനദാമതുൽ ഉഖബാ ലിമൻ യതകാസലു. കാരണം മടിയന്മാർക്കാണ് ഖേദകരമായ പര്യവസാനം. മടി കാണിച്ച് അങ്ങനെ പോയി വർഷം 5ഉം 10ഉം കഴിഞ്ഞിട്ടുണ്ടാകും.
എന്താ പഠിച്ചത്? ഒന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് പഠനമാണെങ്കിലും പഠനമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പഠിക്കണമെന്ന ആഗ്രഹം, അത് ആഗ്രഹത്തിൽ മാത്രം ഒതുങ്ങരുത്. ചിട്ടയായ ഒരു പഠനം ഇന്ന് തന്നെ നമ്മളിതിൻ്റെ പ്ലാൻ ചെയ്തിട്ട് നാളെ തന്നെ തുടങ്ങാം. ഗൗരവത്തിലുള്ളൊരു പഠനം, ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി നമ്മളെ പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ അത് മഹത്തരമായ ഇബാദത്താണ്. നമ്മൾ നിർബന്ധമായി പഠിക്കേണ്ടതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ തലബുൽ ഇൽമിന്റെ മാർഗത്തിൽ നമ്മൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂലി എത്രയാണ്? പഠിച്ചു കഴിഞ്ഞാൽ ഗുണം എന്താ? ഞാനൊരു നന്മ പഠിച്ചു കഴിഞ്ഞാൽ ആ നന്മ എനിക്കൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. പഠിപ്പിച്ചു കൊടുത്താൽ അയാൾ പഠിച്ചതിൻ്റെ കൂലി അയാൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ തലമുറയായിട്ട് തന്നെ ആളുകൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് പഠിപ്പിക്കുക എന്നുള്ളത് അത്രയും വലിയ ഗുണമുള്ള കാര്യമാണ്. ഞാൻ നിങ്ങൾക്കൊരു നന്മ പഠിപ്പിച്ചു തന്നു, നിങ്ങളത് പഠിച്ചു, നിങ്ങൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അത് ഒരുപാട് ആളുകളിലേക്ക് എത്തും. അതിൻ്റെയൊക്കെ കൂലി ഇഖ്ലാസോടുകൂടി അതാരാണ് തുടങ്ങി വെച്ചാൽ ആൾക്ക് അതുണ്ടാവും. അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം മാത്രമല്ല, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഏറ്റവും ചുരുക്കി നമ്മുടെ വീട്ടിൽ നമ്മളെ മക്കളെയും ഭാര്യയും പഠിപ്പിക്കാം. ചിലപ്പോൾ മക്കൾക്ക് ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പണ്ഡിതന്മാർ പ്രത്യേകം എടുത്ത് പറയാനുള്ള കാര്യമാണ്. സൂറത്തുൽ ഫാത്തിഹ നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം ശ്രദ്ധിച്ചാൽ എന്തായാലും സംഭവിക്കാം. നമ്മളെ മകനെ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്തു. ആ കുട്ടി പിന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന കാലത്തോളം അയാൾക്ക് കൂലിയാണ്. അയാൾ ചിലപ്പോൾ ഒരു ഹാഫിളാവും. ആ കുട്ടി ചിലപ്പോൾ ഹാഫിളായിട്ട് അവൻ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോഴും അവൻ സൂറത്തുൽ ഫാത്തിഹ ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പം അതിൻ്റെ കൂലി ബാപ്പാക്ക് ഉണ്ടാവും. അയാളൊരു ഹിഫ്ളിൻ്റെ ഉസ്താദാണെങ്കിൽ 100 കുട്ടികൾ അയാൾ താലിബായിട്ടുണ്ടെങ്കിൽ ആ 100 കുട്ടികൾ ഫാത്തിഹ പഠിക്കുന്ന, ആ ഫാത്തിഹ മറ്റുള്ളവർ പഠിക്കും. അപ്പോഴൊക്കെ ഈ കൂലി ഓരോ കുട്ടിയും പഠിക്കുമ്പോൾ ഈ കുട്ടിയെ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ച ആ ബാപ്പാക്ക് എൻ്റെ കൂലി ഉണ്ടാകും. കാരണം ഈ കുട്ടിയിലൂടെയാണ് ബാക്കിയുള്ളവർക്ക് എത്തിയത്. എത്ര കൂലിയായിരിക്കും? അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞിട്ടുള്ളത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു എന്ന ഹദീസൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്, ഏറ്റവും ഖൈറായിട്ടുള്ളവൻ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനാണെന്നുള്ള ഹദീസ്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പിന്നെ ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി ഇരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ പഠനം അതിന് പ്രായം, ജോലി ഒന്നൊരു വിഷയമേ അല്ല. എത്ര പഠിച്ചു എന്നുള്ള, നമ്മൾ പഠിച്ചൊരു പണ്ഡിതനാകണമെന്ന നിയത്തിലൊന്നും അല്ല. ആ ഇബാദത്തിൽ നമ്മൾ ഉണ്ടാകണം. തുല്ലാബുൽ ഇൽം, താലിബുൽ ഇൽം എന്ന് വിശേഷിപ്പിക്കുന്ന അതിൻ്റെ ശ്രേഷ്ഠത കിട്ടുന്ന അതിൻ്റെ ആ പരിധിയിൽ നമുക്ക് കയറി കൂടാൻ പറ്റിയാൽ മതി. സുബ്ഹാനല്ലാഹ്, അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. എപ്പോഴും നമ്മൾ ധാരാളക്കണക്കിന് കേട്ട ഹദീസായിരിക്കും, വഇന്ന താലിബൽ ഇൽമി യസ്തഗ്ഫിറു ലഹു കുല്ലു ശൈഇൻ ഹത്തൽ ഹീതാന ഫിൽ ബഹർ. അവസാനിപ്പിക്കണം. ഈ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളിത് മാത്രം ചിന്തിച്ചാൽ മതി. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്ന ഒരാൾ, അയാൾക്ക് വേണ്ടി എല്ലാ സൃഷ്ടികളും ഇസ്തിഗ്ഫാർ നടത്തും. കടലിലെ മത്സ്യങ്ങൾ വരെ, കടലിൽ എത്ര മത്സ്യമുണ്ട്, അതേപോലെ തന്നെ എല്ലാ ജീവികളും അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഗ്ഫിർ ലഹു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അയാൾ താലിബുൽ ഇൽമാകണം. താലിബുൽ ഇൽമിൻ്റെ ആ പരിധിയിൽ കയറി പറ്റിയാൽ, നമ്മൾ പഠിക്കുന്ന ചെറിയ അളവായിരിക്കും, ചിലപ്പോൾ ഒരു ദിവസം അരമണിക്കൂർ പഠിച്ച് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ നമ്മൾ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ, ചിട്ടയായി നമ്മൾ ദീൻ പഠിക്കാൻ നമ്മൾ താലിബുൽ ഇൽമാണ്. അപ്പോൾ പിന്നെ നമ്മൾക്ക് ഈ താലിബുൽ ഇൽമിന് എന്തൊക്കെ കൂലി കിട്ടുമോ അതിൻ്റെ കൂലിയൊക്കെ നമ്മൾക്ക് കിട്ടും. പക്ഷെ അതിൻ്റെ ആ ഒരു ദായറത്തിൽ കയറി പറ്റാൻ പറ്റണം. അതിന് പ്രായം, ജോലി ഒന്നും തടസ്സമല്ല. ചിലപ്പോൾ വലിയ ആലിമായിട്ട് ക്ലാസ് എടുക്കുന്ന ആവശ്യം, അള്ളാഹു അയാളെ താലിബുൽ ഇൽമിൻ്റെ പരിധിയിൽ പെട്ടിന് അവൻ്റെ നീയത്തിൻ്റെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ അയാൾക്ക് ചിട്ടയായ പഠനം ഉണ്ടാവില്ല. അതുകൊണ്ട് അയാൾ ആ പരിധിയിൽ ഉണ്ടാകില്ല. പക്ഷെ അറിയപ്പെടാത്തൊരു മനുഷ്യൻ കൃത്യമായ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഇരുന്ന് ഖുർആൻ പഠിക്കുന്നുണ്ടാവും, ദീൻ പഠിക്കുന്നുണ്ടാവും, അയാൾ താലിബായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്ക് കുറുക്ക് വഴികളില്ല. പക്ഷെ സ്വർഗത്തിൻ്റെ വഴി അള്ളാഹു എളുപ്പമാക്കി തരും. ആർക്ക്? അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്ന ആളുകൾക്ക്. നമ്മുടെ ജോലി എന്തുമാകട്ടെ, നമ്മൾ പഠിച്ചത് എന്തുമാകട്ടെ, നമ്മളൊരു താലിബുൽ ഇൽം ദീൻ പഠിക്കുന്നൊരു ആളായി മാറണം. അതിന് പ്രായം തടസ്സമല്ല, ജോലിയൊന്നും തടസ്സമല്ല. ഞാൻ ആവർത്തിച്ച് ഞാനത് പറയുന്നത് ഇതിൻ്റെ പ്രാധാന്യം കൊണ്ടാണ്. അള്ളാഹു തആല അതിൻ്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ ഈ ഒരു ഇരുത്തം അമലുൻ സാലിഹായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇങ്ങനെയുള്ള ദർസുകൾക്കും പഠനങ്ങൾക്കും തുടർച്ചയുണ്ടാകണം. അതിന് നിങ്ങളെ കൊണ്ട് പറ്റി നമ്മൾ ചെയ്യാം. ഒരു മസ്ജിദായിട്ട് നമുക്ക് ഒരു മസ്ജിദ് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് വലിയ തൗഫീഖാണ്. എത്രയോ ആളുകൾ ആഗ്രഹിച്ചിട്ട് അവർക്ക് പള്ളി ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ പള്ളി ഉണ്ടാകില്ല. നമ്മുടെ നാട്ടിൽ ഒരു പള്ളിയുണ്ട്, നമ്മൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മസ്ജിദ് ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് സ്വർഗം കിട്ടണം. അത് ഇത്ര ആൾ പങ്കെടുത്തു അതൊന്നും നമ്മൾ കണക്കൂട്ടേണ്ട കാര്യമില്ല. നമ്മൾ ഇഖ്ലാസും സിദ്ഖും ഒരാളെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ ഒരാളെ ബോധ്യപ്പെടുത്താനും കാണിക്കണം. ഇഖ്ലാസോടുകൂടി സത്യസന്ധമായി നമ്മൾ പണിയെടുത്താൽ അതിൻ്റെ ഫലം അള്ളാഹു എപ്പോഴാണ് കാണിക്കുന്നത് പറയാൻ പറ്റില്ല. എത്ര ആൾ പങ്കെടുത്തു, എത്ര ആളുകൾ ഉണ്ടെന്നുള്ള വിഷയമല്ല, നമ്മൾക്ക് അതിൻ്റെ കൂലി ഉണ്ടാകും. അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക, ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതിനുവേണ്ടി ശാരീരികമായി സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ എന്തൊക്കെ ഇതിനൊക്കെ കൂലിയുണ്ട്. ഒരു മസ്ജിദ് ഉണ്ടായിട്ട് നമ്മൾ അതിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ നഷ്ടമാണ്. ഇമാറത്തുൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ അത് പള്ളിയിൽ നിസ്കാരം അതുപോലെ തന്നെ ഇബാദത്തുകൾ മാത്രം നടക്കില്ല. അത്
ദുറൂസുകൾ കൊണ്ട്, ദീനി പഠനം കൊണ്ടുകൊണ്ട് സമ്പന്നമാക്കാൻ നമുക്ക് പറ്റണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മെ എല്ലാവരും ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.